ഹലോ എവരി വൺ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് നമ്മുടെ കോർഡിനേഷൻ കെമിസ്ട്രിയിൽ വരുന്ന ഒരു ടോപ്പിക്കിനെ പറ്റിയിട്ടാണ്. ടോപ്പിക് ഏതാണെന്ന് വെച്ചാൽ നമ്മുടെ സെലക്ഷൻ റൂൾസ്. നമ്മുടെ ഇലക്ട്രോണിക് സ്പെക്ട്രയുടെ കേസിൽ വരുന്ന സെലക്ഷൻ റൂൾസ് ഏതൊക്കെയാണെന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. പല പ്രോബ്ലംസ് ചെയ്യുമ്പോഴും വളരെ വൈറ്റലായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ടോപ്പിക്കാണ് ഈ സെലക്ഷൻ റൂൾസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇലക്ട്രോണിക് സ്പെക്ട്ര, നമ്മുടെ ട്രാൻസിഷൻ മെറ്റൽസിന്റെ കേസിൽ നമ്മളുടെ ഇലക്ട്രോണിക് സ്പെക്ട്ര ഒബ്സർവ് ചെയ്യുന്നുണ്ടെന്ന് വെച്ചാൽ ഒരു ഇലക്ട്രോൺ ഒരു ലോവർ എനർജി ലെവലിൽ നിന്ന് ഹയർ എനർജി ലെവലിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു. അങ്ങനെ വരുമ്പോഴത്തേനും അവിടെ സ്വാഭാവികമായിട്ട് എന്ത് പറ്റും, സ്പെക്ട്ര ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ ഈ ഇലക്ട്രോണിക് ട്രാൻസിഷൻസ് എന്ന് പറയുന്നത് നമുക്കറിയാം ഹൈ എനർജി ട്രാൻസിഷൻ ആണ്. ഇപ്പോൾ റൊട്ടേഷണൽ വൈബ്രേഷൻ ഈ ട്രാൻസിഷൻസിനെയൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇലക്ട്രോണിക് ട്രാൻസിഷൻസ് എന്ന് പറഞ്ഞാൽ ഹൈ എനർജി ട്രാൻസിഷൻ ആണ്. അത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഈ ഹൈ എനർജി ട്രാൻസിഷൻ ആയതുകൊണ്ട് തന്നെ ഇതിനെ അക്കമ്പനി ചെയ്ത് എന്ത് നടക്കും, ലോവർ എനർജി ട്രാൻസിഷൻസ് നടക്കും. എന്തൊക്കെയാണ് ഈ ലോവർ എനർജി ട്രാൻസിഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ റൊട്ടേഷണൽ ട്രാൻസിഷൻസും അതേ കണക്ക് തന്നെ വൈബ്രേഷണൽ ട്രാൻസിഷൻസും എല്ലാം ഈ ഇലക്ട്രോണിക് ട്രാൻസിഷൻസിനെ അക്കമ്പനി ചെയ്യാറുണ്ട്. അപ്പൊ ഈ വൈബ്രേഷണൽ അല്ലെങ്കിൽ റൊട്ടേഷണൽ ലെവൽസ് എന്ന് പറയുന്നത് വളരെ എനർജി ലെവലിൽ നമ്മൾ നോക്കുവാണെങ്കിൽ ദേ ആർ ക്ലോസ് ഇൻ എനർജി എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. അതുകൊണ്ട് തന്നെ നമുക്ക് അവരെ റിസോൾവ് ചെയ്തെടുക്കാനൊക്കെ കുറച്ച് ഡിഫിക്കൽട്ടാണ്. നമുക്ക് തരുന്ന അബ്സോർഷൻ ബാൻഡ്സിന്റെ കേസിൽ നമുക്ക് എന്ത് ചെയ്യും, ബ്രോഡനിങ് ഒക്കെ ഇങ്ങനെയുള്ള കേസ് കൊണ്ട് വരാനായിട്ട് ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കും, നമ്മളുടെ DD സ്പെക്ട്രയുടെ കേസിൽ ചില ബ്രോഡനിങ് സംഭവിക്കാറുണ്ട്. നമുക്കറിയാം സ്പെക്ട്രൽ ബ്രോഡനിങ് സംഭവിച്ചാൽ നമുക്ക് സ്പെക്ട്ര അനലൈസ് ചെയ്യാനും അതിനെ ഇന്റർപ്രറ്റ് ചെയ്യാനും ഒക്കെ ഒത്തിരി ഡിഫിക്കൽട്ടീസ് വരുന്നുണ്ട്. അപ്പം നമ്മൾ ഈ തിയററ്റിക്കലി ഞാൻ പറഞ്ഞില്ല, ഒരു ഇലക്ട്രോണിക് ട്രാൻസിഷൻ നടക്കുമ്പോൾ തന്നെ വൈബ്രേഷണൽ ട്രാൻസിഷൻ, റൊട്ടേഷണൽ ട്രാൻസിഷൻ എല്ലാം നടക്കുന്നുണ്ട്. അപ്പോൾ ഈ തിയററ്റിക്കലായിട്ട് പോസിബിൾ ആവുന്ന ഈ ട്രാൻസിഷൻസ് എല്ലാം നമ്മളുടെ സ്പെക്ട്രത്തിൽ ഒബ്സർവ് ചെയ്യണമെന്ന് വെച്ചാൽ പോസിബിലിറ്റി ഒന്നുമില്ല. ചിലപ്പോൾ ഒബ്സർവ് ചെയ്യാതിരിക്കാം. അതാണ് പറഞ്ഞിരിക്കുന്നത്, നോട്ട് ഓൾ ദി തിയററ്റിക്കലി പോസിബിൾ ഇലക്ട്രോണിക് ട്രാൻസിഷൻസ് ആർ ആക്ച്വലി ഒബ്സർവ്ഡ്. മനസ്സിലാവുന്നു? അപ്പം ആ കേസിലാണ് എന്ത് വരുന്നത്, സെലക്ഷൻ റൂൾ. നമുക്ക് ഇങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, ഇലക്ട്രോണിക് ട്രാൻസിഷനെ അക്കോമ്പനി ചെയ്ത് വൈബ്രേഷണൽ ട്രാൻസിഷനും റൊട്ടേഷണൽ ട്രാൻസിഷനും ഒക്കെ വരാം. അപ്പം നമ്മൾ ഒരു ട്രാൻസിഷൻസ് എടുക്കുമ്പോഴത്തേനും നമ്മൾ എന്ത് ചെയ്യണം, ചില സെലക്ഷൻ റൂൾസിന്റെ ബേസിസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ട്രാൻസിഷൻസിനെ അല്ലെങ്കിൽ സ്പെക്ട്രയെ നമ്മൾ അനലൈസ് ചെയ്യുന്നത്. അപ്പം നമുക്ക് സെലക്ഷൻ റൂൾ എന്ന് പറയുന്നത് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അലൗഡ് ട്രാൻസിഷൻസ് ഏതാണ്, ഫോർബിഡൻ ട്രാൻസിഷൻസ് ഏതാണ്, ഇതിനെ ഡിസ്റ്റിങ്ക്യൂഷ് ചെയ്യുക എന്നുള്ളൊരു ഫംഗ്ഷനാണ് സെലക്ഷൻ റൂളിനുള്ളത്. എന്ന് വെച്ചാൽ ഒരു ട്രാൻസിഷൻ ഒക്കർ ചെയ്യുന്നുണ്ടോ, ഒക്കർ ചെയ്യുന്നില്ലേ, പക്ഷെ അതിന്റെ ഇന്റൻസിറ്റി എങ്ങനെയാണ്. അപ്പം നമ്മൾ പറയുന്ന സെലക്ഷൻ റൂൾസിനെ ഒബായ് ചെയ്യുന്നത് എന്താണ്, ദേ ആർ അലൗഡ് ട്രാൻസിഷൻ ആൻഡ് അലൗഡ് ട്രാൻസിഷൻ വിൽ ഗീവ് ഹൈ ഇന്റൻസിറ്റി പീക്ക്. മനസ്സിലാവുന്നു? ഇനി ഒരു ട്രാൻസിഷൻ അലൗഡ് അല്ല എന്നുണ്ടെങ്കിൽ അലൗഡ് അല്ലാത്ത ട്രാൻസിഷൻ നടക്കത്തില്ല എന്നാണോ? അല്ല. അലൗഡ് അല്ലാത്ത നമ്മുടെ സെലക്ഷൻ റൂൾ ഒബായ് ചെയ്യാത്ത ട്രാൻസിഷൻസും നടക്കുന്നതുകൊണ്ട്, പക്ഷേ അവരുടെ ഇന്റൻസിറ്റി എന്ന് പറയുന്നത് എന്താണ്, വളരെ വീക്ക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഫെയിൻഡ് ഇന്റൻസിറ്റി ആയിരിക്കും നമുക്ക് അങ്ങനെയുള്ള ഫോർബിഡൻ ട്രാൻസിഷന്റെ കേസിൽ ഒബ്സർവ് ചെയ്യാനായിട്ട് പറ്റുന്നത്. അപ്പൊ സിമ്പിൾ ആയിട്ട് നമ്മളുടെ സെലക്ഷൻ റൂൾസ് പറയുന്നത് എന്താണ്, ഒരു ട്രാൻസിഷൻ അലൗഡ് ആണോ, അത് ഫോർബിഡൻ ആണോ. ഫോർബിഡൻ ട്രാൻസിഷൻ നടക്കുന്നില്ല എന്നൊരു മീനിങ് ഇല്ല. ഫോർബിഡൻ ട്രാൻസിഷൻ മേ ഒക്കർ വിത്ത് വീക്ക് ഇന്റൻസിറ്റീസ്. മനസ്സിലാവുന്നു? അപ്പൊ നമുക്ക് എന്തൊക്കെ സെലക്ഷൻ റൂൾസ് ആണെന്ന് നമ്മുടെ ഇലക്ട്രോണിക് ട്രാൻസിഷന്റെ കേസിൽ നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പൊ സെലക്ഷൻ റൂൾസ് എന്ന് പറയുന്നത് നോക്കിക്കേ, ഇലക്ട്രോണിക് ട്രാൻസിഷൻസിന്റെ കോംപ്ലെക്സ് ആർ ഗവേൺഡ് ബൈ സെലക്ഷൻ റൂൾ. ഇതെന്ന് പറഞ്ഞാൽ എന്താണ്, ക്വാണ്ടം മെക്കാനിക്കൽ ആയിട്ടുള്ള റൂളാണ്. എന്ന് വെച്ചാൽ ക്വാണ്ടം മെക്കാനിക്കൽ ആയിട്ട് ഉള്ള ഏതൊക്കെ ട്രാൻസിഷൻ പെർമിറ്റഡ് ആണെന്ന് പറയുന്ന ചില റൂൾസ് ആണ് നമ്മളുടെ സെലക്ഷൻ റൂൾസ് എന്ന് പറയുന്നത്. അവരെന്ന് പറയുന്നത് ചില സ്റ്റേറ്റ് ചേഞ്ചസ് നടക്കുമ്പോൾ അവിടെയുള്ള റെസ്ട്രിക്ഷൻസ് എന്തൊക്കെയാണ് നമ്മൾ ഇമ്പോസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ഒരു മോളിക്യൂളിന് അല്ലെങ്കിൽ ഒരു ആറ്റത്തിനെ സംബന്ധിച്ച് ഒരു ഇലക്ട്രോണിക് ട്രാൻസിഷൻ നടക്കുമ്പം എല്ലാ ട്രാൻസിഷൻസും അലൗഡ് അല്ല. അപ്പൊ അവിടെ ഏതൊക്കെ റെസ്ട്രിക്ഷൻസ് ആണ് നമ്മൾ ഇമ്പോസ് ചെയ്യുന്നത്. ട്രാൻസിഷൻസ് സ്വാഭാവികമായിട്ട് ഞാൻ പറഞ്ഞ ഒരു ഇലക്ട്രോണിക് ട്രാൻസിഷൻ നടക്കുന്നു, റൊട്ടേഷണൽ ട്രാൻസിഷൻ നടക്കുന്നു, വൈബ്രേഷണൽ ട്രാൻസിഷൻസ് നടക്കുന്നു. അപ്പൊ ഈ ട്രാൻസിഷൻസ് ഒക്കെ നടക്കുമ്പം ഏതൊക്കെയാണ് നമ്മൾ അലൗഡ് ആയിട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ അലൗഡ് ട്രാൻസിഷൻസ് ഏതൊക്കെയാണ്, നമ്മൾ റെസ്ട്രിക്ട് ചെയ്യുന്നത് എന്തൊക്കെയാണ്. ഇതാണ് സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നമ്മളുടെ സെലക്ഷൻ റൂൾ നമുക്ക് പറഞ്ഞു തരുന്നത്. ട്രാൻസിഷൻസ് നോട്ട് പെർമിറ്റഡ് ബൈ സെലക്ഷൻ റൂൾസ് ആർ സെഡ് ടു ബി ഫോർബിഡൻ. ഈ സെലക്ഷൻ റൂളിനെ ഒബായ് ചെയ്യാത്ത എല്ലാ ട്രാൻസിഷനെയും നമ്മൾ ഫോർബിഡൻ ട്രാൻസിഷൻസ് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ തിയററ്റിക്കലി ദേ മസ്റ്റ് നോട്ട് ഒക്കർ. എന്ന് പറഞ്ഞാൽ തിയററ്റിക്കലി ഈ ട്രാൻസിഷൻസ് ഒക്കർ ചെയ്യുമെന്ന് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്നില്ല. തിയററ്റിക്കലി ഒക്കർ ചെയ്യുന്നില്ല എന്ന് നമ്മൾ പറഞ്ഞാലും പ്രാക്ടിക്കലി നമുക്ക് ഒബ്സർവ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട് വിത്ത് ലോ ഇന്റൻസിറ്റീസ്. മനസ്സിലാവുന്നു? അല്ലെങ്കിൽ പുവർ പ്രോബബിലിറ്റീസ് അല്ലെങ്കിൽ ലോ പ്രോബബിലിറ്റീസിൽ ഇങ്ങനെയുള്ള ഫോർബിഡൻ ട്രാൻസിഷൻസിനെ നമുക്ക് ഒബ്സർവ് ചെയ്യാനായിട്ട് പറ്റും. ഇനി നമ്മൾ പോകുന്നത് ഏതൊക്കെയാണ്
ഈ സെലക്ഷൻ റൂൾസ് എന്നുള്ളതിനെ പറ്റിയിട്ടാണ്. അപ്പൊ സെലക്ഷൻ റൂൾസ് എന്ന് പറയുന്നത് ഇറ്റ് പ്രൊഡിക്ട് ട്രാൻസിഷൻസ് ആർ നോട്ട് ജനറലി ഒബ്സർവ്ഡ് എന്ന് വെച്ചാൽ ഓൾ തിയററ്റിക്കലി പ്രൊഡിക്റ്റഡ് ട്രാൻസിഷൻസ് ആർ നോട്ട് ജനറലി ഒബ്സർവ്ഡ്. അതാണ് നമ്മളുടെ സെലക്ഷൻ റൂൾ പറയുന്നത്. എ നമ്പർ ഓഫ് സെലക്ഷൻ റൂൾ വിച്ച് ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ഫോർബിഡൻ ആൻഡ് അലൗഡ് ട്രാൻസിഷൻ. അപ്പൊ ഏതൊക്കെയാണ് നമ്മളുടെ അലൗഡ് ട്രാൻസിഷനെയും ഫോർബിഡൻ ട്രാൻസിഷനെയും ഗവേൺ ചെയ്യുന്ന സെലക്ഷൻ റൂൾ? ആദ്യത്തെ സെലക്ഷൻ റൂൾ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളുടെ സ്പിൻ സെലക്ഷൻ റൂൾ ആണ്. സ്പിൻ സെലക്ഷൻ റൂൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഓരോ ഇലക്ട്രോണിനും ഓരോ സ്പിന്നുണ്ട്. ഇലക്ട്രോണിന് എന്താണ്, ഒരു പ്ലസ് ഹാഫ് സ്പിന്നോ അല്ലെങ്കിൽ ഒരു മൈനസ് ഹാഫ് സ്പിന്നോ ഒരു ഇലക്ട്രോണിന് കാണും. മനസ്സിലാവുന്നു? അപ്പോൾ ഒരു ട്രാൻസിഷൻ നടക്കുമ്പോൾ ഇലക്ട്രോണിന്റെ സ്പിൻ എങ്ങനെയായിരിക്കണം, ഇതാണ് നമ്മളുടെ സ്പിൻ സെലക്ഷൻ റൂൾ പറയുന്നത്. നോക്കിക്കേ, ഡ്യൂറിങ് ദ ട്രാൻസിഷൻ ദ ടോട്ടൽ സ്പിൻ ഓഫ് ദ മോളിക്യൂൾ ഷുഡ് റിമൈൻ കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ ഒരു ട്രാൻസിഷൻ നടക്കുന്നു, നമ്മളുടെ ഒരു ഇലക്ട്രോൺ ഇങ്ങനെ ഇരിക്കുവാണ്. ഇപ്പൊ 2 ലെവലുണ്ട്. ഒരു ഇലക്ട്രോൺ ഇവിടെ ഇങ്ങനെ ഇരിക്കുക. അങ്ങനെ ഇരിക്കുമ്പോഴത്തേന് ഈ ഇലക്ട്രോൺ ഹയർ ലെവലിലോട്ട് പോകുമ്പോൾ ഇതിന്റെ സ്പിൻ എങ്ങനെയായിരിക്കണം എന്നാണ് പറഞ്ഞേക്കുന്നത്? ടോട്ടൽ സ്പിൻ ഓഫ് ദ മോളിക്യൂൾ ഷുഡ് റിമൈൻ കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ ഒരു ട്രാൻസിഷന് ശേഷവും അതിനു മുമ്പും ഈ ഇലക്ട്രോണിന്റെ സ്പിൻ എന്തായിരിക്കണം? ടോട്ടൽ സ്പിൻ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിരിക്കണം. എന്ന് പറഞ്ഞാൽ എന്താണ്? ഇലക്ട്രോൺ അതിന്റെ സ്പിൻ ചേഞ്ച് ചെയ്യാൻ പാടില്ല. എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് മുകളിലോട്ട് പോകുമ്പോഴും എങ്ങനെയായിരിക്കണം? ട്രാൻസിഷൻ നടന്ന് മുകളിലോട്ട് പോകുമ്പോഴും ഇത് പ്ലസ് ഹാഫിലാണ് ഇതിന്റെ സ്പിൻ എങ്കിൽ അത് ട്രാൻസിഷൻ നടന്ന് മുകളിലോട്ട് പോകുമ്പോഴും എന്തായിരിക്കണം? പ്ലസ് ഹാഫിൽ തന്നെ ആയിരിക്കണം. അത് അതിന്റെ സ്പിന്നിനെ ഇൻവേർട്ട് ചെയ്യാനായിട്ട് പാടില്ല. മനസ്സിലാവുന്നു? എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് പറയാം? സ്പിൻ ക്വാണ്ടം നമ്പർ ഡെൽറ്റ എസ് ഷുഡ് ബി 0. അങ്ങനെയുള്ള ട്രാൻസിഷൻസ് എന്ന് പറയുന്നത് എന്താണ്? അലൗഡ് ട്രാൻസിഷൻ ആണ്. ഡെൽറ്റ എസിന്റെ വാല്യൂ 0 ആവുക എന്ന് പറഞ്ഞാൽ സ്പിൻ ചേഞ്ച് സംഭവിക്കാതിരിക്കുക. അങ്ങനെയാണെങ്കിൽ എന്ത് സംഭവിക്കും? നമുക്ക് ആ ട്രാൻസിഷൻ പെർമിറ്റഡ് ട്രാൻസിഷൻ ആണ്, അലൗഡ് ട്രാൻസിഷൻ ആണെന്ന് പറയാൻ പറ്റും. ഇനി ഡെൽറ്റ എസിന്റെ വാല്യൂ നോട്ട് ഇസ് ഈക്വൽ ടു 0 ആയിട്ട് വരിക, അങ്ങനെയുള്ള ട്രാൻസിഷൻസ് ആണെങ്കിൽ അത്തരം ട്രാൻസിഷൻസ് എന്താണ്? സ്പിൻ ഫോർബിഡൻ ട്രാൻസിഷൻ ആണ്. ഈ റൂളിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റൂൾ ഓഫ് സ്പിൻ മൾട്ടിപ്ലിസിറ്റി എന്ന് പറയുന്നത്. മനസ്സിലാവുന്നു? അപ്പൊ നമ്മുടെ സ്പിൻ സെലക്ഷൻ റൂൾ എന്താണ് പറയുന്നത്? ടോട്ടൽ സ്പിൻ ഓഫ് ദ molecule അല്ലെങ്കിൽ total spin of the electron should remain constant. That means the electron does not change its spin during a transition. പ്ലസ് ഹാഫിലുള്ള ആള് പ്ലസ് ഹാഫിൽ തന്നെ ട്രാൻസിഷൻ ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഡെൽറ്റ എസിന്റെ വാല്യൂ 0 ആയിരിക്കണം. ഇതാണ് നമ്മളുടെ സ്പിൻ സെലക്ഷൻ റൂൾ എന്ന് പറയുന്നത്. ഈ റൂൾ അനുസരിച്ച് സിംഗ്ലറ്റിൽ നിന്ന് സിംഗ്ലറ്റിലോട്ട്, ഡബ്ലറ്റിൽ നിന്ന് ഡബ്ലറ്റിലോട്ട്, ട്രിപ്ലറ്റിൽ നിന്ന് ട്രിപ്ലറ്റിലോട്ട്, ഇതെല്ലാം എന്താണ്? അലൗഡ് ട്രാൻസിഷൻ ആണ്. അപ്പൊ എന്താണ് ഈ സിംഗ്ലറ്റ്, ഡബ്ലറ്റ്? അതൊക്കെ നമ്മുടെ സ്പിൻ മൾട്ടിപ്ലിസിറ്റി ആണ്. നമ്മൾ ടേം സിമ്പലിൽ പറയും 2s+1 ഇങ്ങനെ പറയാറില്ല. ഇതാണ് നമ്മുടെ സ്പിൻ മൾട്ടിപ്ലിസിറ്റി എന്ന് പറയുന്നത്. എസ് എന്ന് പറയുന്നത് ഇവിടുത്തെ സ്പിൻ ആണ്. 2 ഇലക്ട്രോൺസ് ഇങ്ങനെ നിൽക്കുവാണെങ്കിൽ ഇവിടെ ഇതിന് പ്ലസ് ഹാഫ് ഉണ്ട്, ഇതിന് പ്ലസ് ഹാഫ് ഉണ്ട്. അങ്ങനെ വരുമ്പോഴത്തേന് നമ്മൾ സ്പിൻ മൾട്ടിപ്ലിസിറ്റി എന്ന് പറയും 2 × ½ + ½ എന്ന് പറയുന്നത് 1 വരും. 2 × 1 + 1 അതായത് ട്രിപ്ലറ്റ് സ്റ്റേറ്റ് ആണ്. എന്ന് പറഞ്ഞാൽ ഒരു ട്രിപ്ലറ്റ് സ്റ്റേറ്റിൽ നിന്ന് ട്രിപ്ലറ്റ് സ്റ്റേറ്റിലോട്ട് ട്രാൻസിഷൻ പോസിബിൾ ആണ്. അല്ലെങ്കിൽ ഒരു ഡബ്ലറ്റിൽ നിന്ന് ഡബ്ലറ്റിലോട്ട്, ട്രിപ്ലറ്റിൽ നിന്ന് ട്രിപ്ലറ്റിലോട്ട്, ഇതെല്ലാം എന്താണ്? അലൗഡ് ട്രാൻസിഷൻ ആണ്. പക്ഷേ ട്രിപ്ലറ്റിൽ നിന്ന് സിംഗ്ലറ്റിലോട്ട് അതെന്ന് പറയുന്നത് എന്താണ്? ഒരു അലൗഡ് ട്രാൻസിഷൻ അല്ല. അല്ലെങ്കിൽ സിംഗ്ലറ്റിൽ നിന്ന് ഡബ്ലറ്റിലോട്ട്, ഡബ്ലറ്റിൽ നിന്ന് ട്രിപ്ലറ്റിലോട്ട്, ഇതെല്ലാം എന്താണ്? ഫോർബിഡൻ ട്രാൻസിഷൻസ് ആണ്. സ്പിൻ സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യാൻ പാടില്ല. മനസ്സിലാവുന്നു? അപ്പൊ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റൂൾ ഓഫ് സ്പിൻ മൾട്ടിപ്ലിസിറ്റി എന്ന് പറയുന്നത്. മനസ്സിലാവുന്നു? അപ്പൊ നമ്മുടെ സ്പിൻ സെലക്ഷൻ റൂൾ എന്താ പറയുന്നത്? ഡെൽറ്റ എസ് ഷുഡ് ബി 0. അങ്ങനെ ഏത് ട്രാൻസിഷൻ നടന്നാലും ദാറ്റ് ട്രാൻസിഷൻ ഈസ് പെർമിറ്റഡ് ട്രാൻസിഷൻ, തിയററ്റിക്കലി എ പെർമിറ്റഡ് ട്രാൻസിഷൻ. ഇതാണ് നമ്മുടെ സ്പിൻ സെലക്ഷൻ റൂള്. ഇവിടെ പറയുന്ന ഒരു കാര്യം കൂടെ ഓർക്കുക. ഈ ഒരു റൂൾ അനുസരിച്ച് സിംഗ്ലറ്റിൽ നിന്ന് സിംഗ്ലറ്റിലോട്ട്, ട്രിപ്ലറ്റിൽ നിന്ന് ട്രിപ്ലറ്റിലോട്ട്, അതേപോലെ തന്നെ ഡബ്ലറ്റിൽ നിന്ന് ഡബ്ലറ്റിലോട്ട്, ഈ ട്രാൻസിഷൻസ് എല്ലാം എന്താണ്? അലൗഡ് ട്രാൻസിഷൻസ് ആണ്. പക്ഷെ സിംഗ്ലറ്റിൽ നിന്ന് ഡബ്ലറ്റിലോട്ട്, ഡബ്ലറ്റിൽ നിന്ന് ട്രിപ്ലറ്റിലോട്ട്, അങ്ങനെയുള്ള ട്രാൻസിഷൻസ് എല്ലാം എന്താണ്? ഫോർബിഡൻ ട്രാൻസിഷൻസ് ആണ്. എന്ന് പറഞ്ഞാൽ അത് തിയററ്റിക്കലി പോസിബിൾ അല്ല, ബട്ട് പ്രാക്ടിക്കലി നടക്കുന്നുണ്ട് വിത്ത് ലോ ഇന്റൻസിറ്റീസ്. ഇനി ഇതിനെ തന്നെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്പിൻ അലൗഡ്, സ്പിൻ ഫോർബിഡൻ ട്രാൻസിഷൻ എന്ന് നമ്മൾ പറയുന്നത് ഈ സ്പിൻ സെലക്ഷൻ റൂളിനെ തന്നെയാണ്. എനി ട്രാൻസിഷൻ ഫോർ വിച്ച് ഡെൽറ്റ എസ് നോട്ട് ഇസ് ഈക്വൽ ടു 0 is strongly forbidden. ഡെൽറ്റ എസിന്റെ വാല്യൂ നോട്ട് ഇസ് ഈക്വൽ ടു 0 ആണെങ്കിൽ അതിന് ഒറ്റ മീനിങ്ങേ ഉള്ളൂ, ദാറ്റ് ട്രാൻസിഷൻ ഈസ് സ്ട്രോങ്ലി ഫോർബിഡൻ. ഇതാണ് സെലക്ഷൻ റൂൾ പറയുന്നത്. അപ്പൊ അലൗഡ് ആണെങ്കിൽ എന്താണ്? It must involve no change in spin state. സ്പിൻ സ്റ്റേറ്റിന് ചേഞ്ചസ് വരാനായിട്ട് പാടില്ല.
അപ്പം നമ്മൾ നോക്കുക D5 കോംപ്ലക്സ്. ഇവിടെ നോക്കിക്കേ, നമ്മൾക്കൊരു എക്സാമ്പിൾ വെച്ചിട്ട് പറയാം. ഇവിടെ MnH2O 6 × 2+. നമ്മുടെ മാംഗനീസ് എവിടെ വരുന്ന ആളാ? 3D സീരീസിൽ വരുന്ന ആളാ. സ്കാൻഡിയം, ടൈറ്റാനിയം, വനേഡിയം, ക്രോമിയം, മാംഗനീസ്. D5s2 കോൺഫിഗറേഷൻ വരുന്ന ഒരു എലമെന്റ് ആണ് നമ്മളുടെ മാംഗനീസ് എന്ന് പറയുന്നത്. ഇവിടെ ഈ കോംപ്ലക്സിൽ MnH2O 6 × 2+ എന്ന് പറയുന്ന കോംപ്ലക്സിൽ മാംഗനീസിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയാണ്? 2+ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. അതായത് മാംഗനീസ് എന്ന് പറയുന്നത് എന്താണ്? D5 സ്റ്റേറ്റിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. മനസ്സിലാവുന്നു? ഇവിടെ നോക്കിക്കേ, നമ്മുടെ മാംഗനീസിന്റെ കേസ് എടുക്കുവാണെങ്കിൽ ഈ ട്രാൻസിഷൻ നോക്കുക. ഇവിടെ മാംഗനീസിന്റെ കോംപ്ലക്സ് എടുക്കുവാണെങ്കിൽ ഇവിടെ വാട്ടർ ആണ് ലിഗാൻഡ്. അതുകൊണ്ട് തന്നെ ഇതേ രീതിയിലാണ് വരുന്നത്. ഇവിടെ നിങ്ങൾ നോക്കിക്കേ, ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു ട്രാൻസിഷൻ നടക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു സ്പിന്ന് പ്ലസ് ഹാഫിലിരിക്കുന്ന ഇയാൾക്ക് സ്പിൻ ഇൻവേർട്ട് ചെയ്യാതെ മുകളിലോട്ട് പോകാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? നമ്മളുടെ ഈ കേസിലെ നമ്മളുടെ DD ട്രാൻസിഷന്റെ ഈ D5 കോംപ്ലക്സിന്റെ കേസിൽ ഈ DD ട്രാൻസിഷൻ എന്ന് പറയുന്നത് എന്താണ്? സ്പിൻ ഫോർബിഡൻ ട്രാൻസിഷൻ ആണ്. കാര്യം ഇവിടെ ഈ ഒരു ഇതിന് സ്പിൻ ഇൻവേർട്ട് ചെയ്യാതെ മുകളിലോട്ട് എന്ന് വെച്ചാൽ രണ്ടെണ്ണം ഇങ്ങനെ നിൽക്കത്തില്ല. ഇങ്ങനെ നിൽക്കണമെങ്കിൽ എന്ന് വെച്ചാൽ അവിടെ ഭയങ്കരമായിട്ടുള്ള റിപ്പൽഷൻസ് ഒക്കെ വരും ഒരേ രീതിയിൽ നിൽക്കുവാണെങ്കിൽ. അപ്പൊ ഇവിടെ ΔSന്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? ≠0 ആയിട്ട് നിൽക്കാൻ ബുദ്ധിമുട്ടാണ്, അല്ലാതെ ഒരു ട്രാൻസിഷൻ നടക്കത്തില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഈ കേസിൽ DD ട്രാൻസിഷൻസ് എന്ന് പറയുന്നത് എന്താണ്? സ്പിൻ ഫോർബിഡൻ ട്രാൻസിഷൻസ് ആണ്, അല്ലെ? അബ്സോർപ്ഷൻ ഇവിടെ നമുക്ക് രണ്ട് രീതിയിൽ പറയാം. ഞാൻ പറഞ്ഞില്ല, സെലക്ഷൻ റൂൾ രണ്ടെണ്ണം ഉണ്ട്. ലപ്പോർട്ടെ ഫോർബിഡനും ഉണ്ട്, സ്പിൻ ഫോർബിഡനും ഉണ്ട്. നമ്മൾ സ്പിൻ സെലക്ഷൻ റൂളിന്റെ കേസാണ് പറയുന്നത്. ഇവിടെ MnH2O 6 × 2+ എന്ന് പറയുന്ന ഈ ഒരു പർട്ടിക്കുലർ കോംപ്ലക്സിന്റെ കേസിൽ ട്രാൻസിഷൻ എന്താണ്? സ്പിൻ ഫോർബിഡൻ ആണ്. അറ്റ് ദ സെയിം ടൈം അത് ലപ്പോർട്ടെ ഫോർബിഡനും ആണ്. ലപ്പോർട്ടെ ഫോർബിഡൻ എന്താണെന്ന് നമുക്ക് പറയാം, പക്ഷെ ഇത്രയും ഓർത്തിരിക്കുക, ഈ കേസിൽ D5 കോംപ്ലക്സിന്റെ കേസിൽ ആ ട്രാൻസിഷൻ എന്ന് പറയുന്നത് എന്താണ്? സ്പിൻ ഫോർബിഡൻ ആണ്. അതുകൊണ്ട് തന്നെ വളരെ വീക്ക് ഇന്റൻസിറ്റിയിൽ മാത്രമേ നമുക്ക് ഇത്രയൊരു സ്പെക്ട്രം ഒബ്സർവ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഇതാണ് നമ്മളുടെ സ്പിൻ സെലക്ഷൻ റൂൾ. ഇപ്പൊ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുമെന്ന് പറയും. ΔSന്റെ വാല്യൂ 0 ആണെങ്കിൽ അത്തരം ട്രാൻസിഷൻസ് എന്താണ്? അലൗഡ് ട്രാൻസിഷൻസ് ആണ്. അല്ലാത്ത എല്ലാ ട്രാൻസിഷൻസും ഫോർബിഡൻ ട്രാൻസിഷൻ ആണ്. ദേ മേ ഒക്കർ വിത്ത് വെരി ലോ ഇന്റൻസിറ്റീസ്. ഇനി നമ്മൾ അടുത്തതായിട്ട് പറയുന്നത് ലപ്പോർട്ടെ സെലക്ഷൻ റൂൾ ആണ്. ഇതിന് നമ്മൾ എന്തെന്നും പറയാറുണ്ട്? പാരിറ്റി റൂൾ എന്നും പറയാറുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ആദ്യം ഇത് മനസ്സിലാക്കുക, എന്താണ് ലപ്പോർട്ടെ സെലക്ഷൻ റൂൾ? ആദ്യത്തെ സെലക്ഷൻ റൂൾ പറയുന്നത് സ്പിൻ മൾട്ടിപ്ലിസിറ്റിയെ പറ്റിയിട്ടാണ്. ഇവിടെ എന്തിനെ പറ്റിയിട്ടാണ് പറയുന്നത്? പാരിറ്റിയെ പറ്റിയിട്ടാണ്. നോക്കിക്കേ, ഇൻ എ മോളിക്യൂൾ ഓർ അയൺ പൊസസിങ് എ സെന്റർ ഓഫ് സിമെട്രി. നമ്മുടെ ഒക്ടാഹൈഡ്രൽ ജോമെട്രി സെന്റർ ഓഫ് സിമെട്രിക് ആണ്. അല്ലെങ്കിൽ S ഓർബിറ്റൽസ് എടുക്കുക, സെന്റർ ഓഫ് സിമെട്രി കാണിക്കുന്ന ഓർബിറ്റലുകളാണ്. ഇപ്പൊ സെന്റർ ഓഫ് സിമെട്രിക് ആയിട്ടുള്ള സിമെട്രി ഉള്ള ഒരു മോളിക്യൂളിനെ സംബന്ധിച്ച് ട്രാൻസിഷൻസ് ആർ നോട്ട് അലൗഡ് ബിറ്റ്വീൻ ഓർബിറ്റൽസ് ഓഫ് സെയിം പാരിറ്റി. സെയിം പാരിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലില്ലേ, നമ്മളുടെ എന്താണ് L എന്ന് പറഞ്ഞാൽ നമ്മുടെ അസിമുത്തൽ ക്വാണ്ടം നമ്പർ അല്ലേ? അതിനെയാണ് നമ്മൾ L എന്ന് പറയുന്നത്. നമ്മുടെ ലപ്പോർട്ടെ റൂള് പറയുന്നത് there must be a change in parity. നമ്മുടെ സ്പിൻ സെലക്ഷൻ റൂള് പറഞ്ഞ എന്താ? ΔSന്റെ വാല്യൂ 0 ആയിരിക്കണം. പക്ഷെ ഇവിടെ പറയുന്നത് എന്താണ്? there should be a change in parity. ചേഞ്ച് ഇൻ പാരിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ ΔLന്റെ വാല്യൂ +or-1 ആകുന്ന ടൈപ്പ് ട്രാൻസിഷൻസ് മാത്രമേ എന്താവത്തുള്ളൂ? നമ്മളുടെ ഈ ഒരു ലപ്പോർട്ടെ സെലക്ഷൻ റൂൾ ഒബായ് ചെയ്യത്തുള്ളൂ. അതായത് ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ കേസിൽ മാംഗനീസിന്റെ കേസിലും തന്നെ നിങ്ങൾ എടുക്കുക, ഈ കോംപ്ലക്സ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. MnH2O 6 × 2+. ഈ കോംപ്ലക്സ് എടുക്കുവാണെങ്കിൽ മാംഗനീസ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ +2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്. നമുക്കറിയാം ലിഗാൻഡ് ഫീൽഡിന്റെ പ്രസൻസിൽ d ഓർബിറ്റൽസ് നമ്മുടെ T2G എന്നും EG എന്നും രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യുന്നത് ഈ രീതിയിലായിരിക്കും. T2G3 EG2 എന്ന് പറയുന്ന രീതിയിലായിരിക്കും ഫില്ല് ചെയ്യുന്നത്. ഇവിടെ നിങ്ങൾ നോക്കിക്കേ, ഇവിടെ എങ്ങനെയായിരിക്കും ഇലക്ട്രോണിക് ട്രാൻസിഷൻ നടക്കേണ്ടത്? ഡിയിൽ നിന്ന് ഡിയിലേക്ക്, ദാറ്റ് ഈസ് T2Gയിൽ നിന്ന് EGയിലോട്ട്. രണ്ടും D ആണ്. അപ്പൊ ഇവിടെ ചേഞ്ച് ഇൻ പാരിറ്റി ഉണ്ടോ? ഇല്ല, ചേഞ്ച് ഇൻ പാരിറ്റി ഇല്ല. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ലപ്പോർട്ടെ ഫോർബിഡൻ ട്രാൻസിഷൻ. മനസ്സിലാവുന്നു? എന്ന് പറഞ്ഞാൽ എസിൽ നിന്ന് എസിലോട്ടുള്ളത്, ഡിയിൽ നിന്ന് ഡിയിലോട്ടുള്ളത്, അങ്ങനെയുള്ള ട്രാൻസിഷൻസ് എല്ലാം എന്താണ്? നമ്മളുടെ ലപ്പോർട്ടെ സെലക്ഷൻ റൂളിനെ ഒബായ് ചെയ്യുന്നില്ല. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? അപ്പൊ നിങ്ങൾ ചോദിക്കും, പിയിൽ നിന്ന് എഫിലോട്ട് ട്രാൻസിഷൻ നടക്കുന്നു, ഇതും എന്താണ്? ലപ്പോർട്ടെ ഫോർബിഡൻ ആണ്. എന്ന് പറഞ്ഞാൽ ഇവിടെ എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലിന്റെ വാല്യൂ ഇവിടെ 1 ആണ് വരുന്നത്. പി സബ്ഷെല്ലിൽ വന്നാൽ എല്ലിന്റെ വാല്യൂ 1 വരും. ഡി വന്നാൽ എല്ലിന്റെ വാല്യൂ 2 വരും. എഫ് വന്നാൽ എല്ലിന്റെ വാല്യൂ 3 വരും. ഇവിടെ ΔLന്റെ വാല്യൂ എങ്ങനെയാണ്? പിയിൽ നിന്ന് എഫിലോട്ട് ട്രാൻസിഷൻ നടക്കുമ്പോഴത്തേന് ΔLന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ +2 അല്ലെങ്കിൽ -2 ആണ്. അതായത് ഇവിടെയും എന്താണ്? നമ്മളുടെ
ഈ ഒരു പാരിറ്റി റൂൾ അല്ലെങ്കിൽ ലപ്പോർത്തെ സെലക്ഷൻ റൂൾ ഒബായ് ചെയ്യുന്നില്ല. അതായത് സെന്റർ ഓഫ് സിമെട്രി ഉള്ള മോളിക്യൂളിന്റെ കേസിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ട്രാൻസിഷൻസ് ആർ നോട്ട് അലൗഡ് ബിറ്റ്വീൻ ഓർബിറ്റൽസ് ഓഫ് സെയിം പാരിറ്റി ഉള്ളവരുടെ കേസിൽ എന്ത് നടക്കത്തില്ല? നമ്മളുടെ ലപ്പോർത്തെ സെലക്ഷൻ റൂൾ നമുക്ക് ഒബായ് ചെയ്യാൻ പറ്റത്തില്ല. ഡി ട്രാൻസിഷൻ ലപ്പോർത്തെ ഫോർബിഡൻ ആണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ പറഞ്ഞ എക്സാമ്പിൾ MnH2O 6 times 2+, ഇത് സ്പിൻ സെലക്ഷൻ റൂളും ഒബായ് ചെയ്യുന്നില്ല, ലപ്പോർത്തെ സെലക്ഷൻ റൂളും ഒബായ് ചെയ്യുന്നില്ല. അതായത് ഈ ട്രാൻസിഷൻ എന്ന് പറയുന്നത് എന്താണ്? ഡബ്ലി ഫോർബിഡൻ ട്രാൻസിഷൻ ആണ്. വളരെ വീക്ക് ഇന്റൻസിറ്റിയിൽ മാത്രമായിരിക്കും ഇത്തരം ട്രാൻസിഷൻസ് നമുക്ക് ഒബ്സർവ് ചെയ്യാനായിട്ട് പറ്റുന്നത്. മനസ്സിലാവുന്നു? അപ്പൊ ഫോർബിഡൻ ട്രാൻസിഷൻസ് ഏതൊക്കെയാണ്? എസിൽ നിന്ന് എസിലോട്ടുള്ള ട്രാൻസിഷൻ സ്ട്രിക്ട്ലി ഫോർബിഡൻ, ഡിയിൽ നിന്ന് ഡിയിലോട്ടുള്ള ട്രാൻസിഷൻ സ്ട്രിക്ട്ലി ഫോർബിഡൻ ട്രാൻസിഷൻ, പിയിൽ നിന്ന് എഫിലോട്ടുള്ള ട്രാൻസിഷൻ ലപ്പോർത്തെ ഫോർബിഡൻ, പാരിറ്റി ഫോർബിഡൻ. മനസ്സിലാവുന്നു? ഇനി ഇവിടെ പറയേണ്ട ഒരു കാര്യം കൂടെ ഉണ്ട്. നമ്മുടെ എസ് ഓർബിറ്റൽ എടുക്കുവാണെങ്കിൽ അതെന്ന് പറയുന്നത് എന്താണ്? സ്പെറിക്കലി സിമെട്രിക് ആണ്. അതായത് നമുക്ക് എന്ത് പറയാൻ പറ്റും? നമുക്ക് അതിനെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് എന്ത് പറയാൻ പറ്റും? നമ്മുടെ സിമെട്രി റെപ്രസെന്റേഷൻസ് യൂസ് ചെയ്യാൻ പറ്റും. ജി എന്നും യു എന്നും ഉള്ള സിമെട്രി ടേംസ്. എസ് എന്ന് പറയുന്നത് സെന്റർ ഓഫ് സിമെട്രിക് ആണ്. ജി എന്ന് പറയുന്ന ഒരു സബ്സ്ക്രിപ്റ്റ് നമുക്ക് അവിടെ യൂസ് ചെയ്യാൻ പറ്റും. നമ്മളറിയാം എസ് എന്ന് പറയുന്നത് A1G എന്ന് പറഞ്ഞിട്ടാണ് അത് സ്പ്ലിറ്റ് ചെയ്യുന്നത്. നമ്മൾ MOയിൽ പഠിക്കുന്നുണ്ട്. അപ്പൊ എസ് ജെറേഡ് സിമെട്രി ഉള്ളതാണ്, സെന്റർ ഓഫ് സിമെട്രി ഉള്ള ആളാണ്. അതേസമയം പി ആണെങ്കിൽ നമുക്കറിയാം പി എന്ന് പറയുന്നത് T1U എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ അതിന്റെ സ്പ്ലിറ്റിംഗ് നടക്കുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ പിയുടെ സിമെട്രി എന്താണ്? യു ആണെന്ന് നമുക്ക് എഴുതാനായിട്ട് പറ്റും. എന്ന് പറഞ്ഞാൽ അവിടെ നിന്നാണ് സെന്റർ ഓഫ് ഇൻവേർഷൻ അല്ലെങ്കിൽ സെന്റർ ഓഫ് സിമെട്രി എന്ന് പറയുന്നത് ആബ്സെന്റ് ആണ് പിയുടെ കേസിൽ. ഇനി ഡി എടുക്കുവാണെങ്കിൽ ഡി എങ്ങനെയാണ് സ്പ്ലിറ്റ് ചെയ്യുന്നത്? T2G എന്നും EG എന്നും പറഞ്ഞാണ് സ്പ്ലിറ്റ് ചെയ്യുന്നത്. അതായത് അവിടെ എന്തുണ്ട്? സെന്റർ ഓഫ് സിമെട്രി ഉള്ള ആൾക്കാരാണ് അല്ലെങ്കിൽ സെന്റർ ഓഫ് ഇൻവേർഷൻ ഉള്ളതാണ്. അതായത് നമുക്ക് എന്ത് പറയാം? എസിൽ നിന്ന് പിയിലോട്ടുള്ള ട്രാൻസിഷൻ പോസിബിൾ ആണ്. എങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? ജെറേഡിൽ നിന്ന് അൺജെറേഡിലോട്ടുള്ള ട്രാൻസിഷൻ പോസിബിൾ ആണ്, അൺജെറേഡിൽ നിന്ന് ജെറേഡിലോട്ടുള്ള ട്രാൻസിഷൻ പോസിബിൾ ആണ്. അതേസമയം നിങ്ങൾ നോക്കിക്കേ, ഡിയിൽ നിന്ന് എസിലോട്ടുള്ള ട്രാൻസിഷൻ, ജെറേഡിൽ നിന്ന് ജെറേഡിലോട്ടുള്ള ട്രാൻസിഷൻ, ഇവർ രണ്ടിനെയും സെന്റർ ഓഫ് ഇൻവേർഷൻ ഉള്ളതാണ്, ജെറേഡ് സിമെട്രി ആണ്. അപ്പൊ ഡിയിൽ നിന്ന് എസിലോട്ടുള്ള ട്രാൻസിഷൻ ആകുമ്പോഴത്തേന് ഇവിടെ എന്ത് സംഭവിക്കും? എസിന്റെ എൽ വാല്യൂ 0 ആണ്, ഡിയുടെ എൽ വാല്യൂ 2 ആണ്. അതായത് ഡെൽറ്റ എല്ലിന്റെ വാല്യൂ എന്ത് വരും? +or-2 വരും. അതുകൊണ്ട് തന്നെ ഈ ട്രാൻസിഷൻ പോസിബിൾ അല്ല. അപ്പൊ നമുക്ക് എന്ത് പറ്റും? ജെറേഡ് ടു അൺജെറേഡ്, അൺജെറേഡ് ടു ജെറേഡ്, ഈ ട്രാൻസിഷൻ പോസിബിൾ ആണ്. അതേസമയം ജെറേഡ് ടു ജെറേഡ് നോട്ട് പോസിബിൾ ആണ്, അൺജെറേഡ് ടു അൺജെറേഡ് നോട്ട് പോസിബിൾ ആണ്. ഇവിടെ നമ്മൾ പറയുന്നത് സെന്റർ ഓഫ് സിമെട്രി കൺസിഡറേഷൻസ് ആണ്. അപ്പം ഈ റൂള്, നമ്മുടെ ഈ ലപ്പോർത്തെ സെലക്ഷൻ റൂൾ എന്ന് പറയുന്നത് എന്താണ്? ടെട്രാഹൈഡ്രൽ കോംപ്ലക്സിന്റെ കേസിൽ ആപ്ലിക്കബിൾ അല്ല. എന്ന് പറഞ്ഞാൽ അതിന് എന്തില്ല? ഒരു സെന്റർ ഓഫ് സിമെട്രി ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ സെന്റർ ഓഫ് സിമെട്രി ഉള്ള മോളിക്യൂളിന്റെ കേസിലാണ് ലപ്പോർത്തെ റൂൾ മെയിൻ ആയിട്ടും നമ്മൾ അപ്ലൈ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ടെട്രാഹൈഡ്രൽ മോളിക്യൂൾസ് ഒക്കെ വരുമ്പോഴത്തേന് അവിടെ സെന്റർ ഓഫ് സിമെട്രിയുടെ കൺസിഡറേഷൻ നമ്മൾ ചെയ്യുന്നില്ല. മെയിൻ ആയിട്ടും ഒക്ടാഹൈഡ്രൽ കോംപ്ലക്സിന്റെ കേസിലാണ് ഈ ലപ്പോർത്തെ റൂള് ബാധകമാകുന്നത് എന്ന് ഓർത്ത് വെച്ചേക്കുക. മനസ്സിലാവുന്നു? ദ ജോമെട്രി അഫക്റ്റഡ് ബൈ ദിസ് റൂൾ ആർ ഒക്ടാഹൈഡ്രൽ ആൻഡ് സ്ക്വയർ പ്ലാനാർ കോംപ്ലക്സ്. ഒക്ടാഹൈഡ്രലിന്റെ കേസിലും സ്ക്വയർ പ്ലാനാറിന്റെ കേസിലും നമ്മൾ ഈ റൂള് ആപ്ലിക്കബിൾ ചെയ്യുന്നുണ്ട്. അതേസമയം നമ്മുടെ ടെട്രാഹൈഡ്രൽ ജോമെട്രി ഉള്ള മോളിക്യൂളിന്റെ കേസിലൊന്നും എന്ത് നമ്മൾ അപ്ലൈ ചെയ്യുന്നില്ല? നമ്മളുടെ ഈ ലപ്പോർത്തെ റൂള് നമ്മൾ യൂസ് ചെയ്യുന്നില്ല. മനസ്സിലാവുന്നു? ഇതാണ് നമ്മളുടെ പാരിറ്റി റൂൾ എന്ന് പറയുന്നത്. സെയിം പാരിറ്റി ഉള്ളിടത്ത് എന്താ പോസിബിൾ അല്ല, ട്രാൻസിഷൻസ് പോസിബിൾ അല്ല, അല്ലെങ്കിൽ അവർ നമ്മുടെ ലപ്പോർത്തെ റൂൾ അനുസരിച്ച് ദേ ആർ ഫോർബിഡൻ ട്രാൻസിഷൻ. ഇത്രയേ ഉള്ളൂ നമ്മളുടെ ലപ്പോർത്തെ റൂൾ എന്ന് പറയുന്നത്. മനസ്സിലാവുന്നു? Each electron has a finite value of its orbital angular momentum and its orbital has definite symmetry too. ഞാൻ പറഞ്ഞു എസിനാണെങ്കിൽ ജെറൈഡ് സിമെട്രി ആയിരിക്കും, പി ഓർബിറ്റലിനാണെങ്കിൽ അൺജെറൈഡ് ആയിരിക്കും, ഡിക്ക് ആണെങ്കിൽ ജെറൈഡ് സിമെട്രി ആയിരിക്കും. അപ്പോൾ ജെറൈഡിൽ നിന്ന് അൺജെറൈഡിലോട്ടുള്ള ട്രാൻസിഷൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. സെയിം പാരിറ്റി ട്രാൻസിഷൻസ് ഫോർബിഡൻ ആണ്. ഇതാണ് നമ്മുടെ ലപ്പോർത്തെ റൂൾ പറയുന്നത്. ഈ റൂൾ അനുസരിച്ച് എസിൽ നിന്ന് പിയിലോട്ട്, പിയിൽ നിന്ന് എസിലോട്ട്, പിയിൽ നിന്ന് ഡിയിലോട്ട്, ഡിയിൽ നിന്ന് പിയിലോട്ട്, ഡിയിൽ നിന്ന് എഫിലോട്ട്, എഫിൽ നിന്ന് ഡിയിലോട്ട്, ഇങ്ങനെയുള്ള ട്രാൻസിഷൻസ് എല്ലാം എന്താണ്? ലപ്പോർത്തെ അലൗഡ് ആണ്. അതുകൊണ്ട് തന്നെ ഷാർപ്പായിട്ടുള്ള ഒരു ബാൻഡും നമുക്ക് ഇങ്ങനെയുള്ള കേസുകളിൽ ഒബ്സർവ് ചെയ്യാനായിട്ട് പറ്റും. അതേസമയം അവിടെ സെയിം ആയിട്ട് നമുക്ക് ഒരു കാര്യം കൂടെ പറയാൻ പറ്റും. ജെറൈഡ് ടു അൺജെറൈഡ്, അൺജെറൈഡ് ടു ജെറൈഡ്, ഇതെല്ലാം എന്താണ്? അലൗഡ് ട്രാൻസിഷൻ ആണ്. എസ് ജെറൈഡ് ആണ്, പി അൺജെറൈഡ് ആണ്, ജെറൈഡ് ടു അൺജെറൈഡ് പോസിബിൾ ആണ്. ഇവിടെ നോക്കിയേ, പി അൺജെറൈഡ്, എസ് ജെറൈഡ് പോസിബിൾ ആണ്, ഡി ജെറൈഡ്, പി അൺജെറൈഡ് പോസിബിൾ ആണ്. അതായത് പറഞ്ഞേക്കുന്നത് ജെറൈഡ് ടു അൺജെറൈഡ്, അൺജെറൈഡ് ടു ജെറൈഡ്, ഇതെല്ലാം എന്താണ്? അലൗഡ് ട്രാൻസിഷൻ ആണ്. അതേസമയം ജെറൈഡ് ടു ജെറൈഡ്, അൺജെറൈഡ് ടു അൺജെറൈഡ്, ഇതെല്ലാം എന്താണ്? ഫോർബിഡൻ ആയിട്ടുള്ള ട്രാൻസിഷൻസ് ആണ്. മനസ്സിലാവുന്നു?
അപ്പം ജെറേഡ് എന്താണ്, അൺജെറേഡ് എന്നൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായി കാണും. സിമെട്രി കൺസിഡറേഷൻസ് ആണ് അവിടെ പറയുന്നതെല്ലാം. അപ്പം ലപ്പോർട്ടെ സെലക്ഷൻ റൂളിന്റെ കേസ് ഇത്രയാണ് നമുക്ക് പറയാനുള്ളത്. അപ്പം നമ്മുടെ സെലക്ഷൻ റൂളിൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് എവിടെയാണ്? സ്പിൻ സെലക്ഷൻ റൂളും അതേപോലെ തന്നെ നമ്മുടെ പാരിറ്റി റൂൾ ആയിട്ടുള്ള ലപ്പോർട്ടെ റൂൾ. സ്പിൻ സെലക്ഷൻ റൂൾ എന്താ പറയുന്നത്? ഡെൽറ്റ എസിന്റെ വാല്യൂ 0 ആയിരിക്കണം. ഒരു ട്രാൻസിഷൻ നടക്കുമ്പോഴത്തേന് ഇലക്ട്രോൺ അതിന്റെ സ്പിന്നിനെ ഇൻവേർട്ട് ചെയ്യാൻ പാടില്ല. അതാണ് സ്പിൻ സെലക്ഷൻ റൂൾ പറയുന്നത്. ഇനി രണ്ടാമത് പറഞ്ഞ എന്താണ്? ലപ്പോർട്ടെ സെലക്ഷൻ റൂൾ. ഒരു ട്രാൻസിഷൻ നടക്കുമ്പോൾ ഒരേ പാരിറ്റി ഉള്ളവർ തമ്മിൽ ഇലക്ട്രോണിക് ട്രാൻസിഷൻ നടത്താൻ പാടില്ല. ഡിയിൽ നിന്ന് ഡിയിലോട്ടുള്ള ട്രാൻസിഷൻ ഒരേ പാരിറ്റിയാണ്, അവരുടെ എൽ വാല്യൂസ് സെയിം ആണ്. ഡെൽറ്റ എല്ലിന്റെ വാല്യൂ എന്താണ്? അവിടെ 0 ആണ്. അതുകൊണ്ട് അത്തരം ട്രാൻസിഷൻസ് ഫോർബിഡൻ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാൻ പറ്റും? ജെറൈഡിൽ നിന്ന് ജെറൈഡിലോട്ട് ട്രാൻസിഷൻ പോസിബിൾ അല്ല. ഡിയിൽ നിന്ന് ഡിയിലോട്ട്, അത് രണ്ടും ജെറൈഡ് ആണ്. ട്രാൻസിഷൻ ഫോർബിഡൻ ആണ്. സോ ഡെൽറ്റ എല്ലിന്റെ വാല്യൂ പ്ലസ് ഓർ മൈനസ് വന്നാൽ അത്തരം ട്രാൻസിഷൻസ് മാത്രമായിരിക്കും തിയററ്റിക്കലി അലൗഡ് ആയിട്ടുള്ളത് ആസ് പെർ നമ്മുടെ ലപ്പോർട്ടെ സെലക്ഷൻ റൂൾ. ഇതാണ് നമ്മളുടെ 2 സെലക്ഷൻ റൂൾ. ഈ 2 സെലക്ഷൻ റൂളും ഒബായ് ചെയ്യുന്നവർ എങ്ങനെയായിരിക്കും? സ്ട്രോങ് ആയിട്ടുള്ള ഷാർപ്പ് ആയിട്ടുള്ള ബാൻഡുകൾ നമുക്ക് തരും. പക്ഷേ ഈ 2 സെലക്ഷൻ റൂളും ഒബായ് ചെയ്യാത്തത്, ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മളുടെ MnH2 6 ഒക്കെ പറഞ്ഞില്ലേ, അവിടെയൊക്കെ ഡബ്ലി ഫോർബിഡൻ ആയിട്ടുള്ള ട്രാൻസിഷൻസ് ആണ്. അത് വളരെ വീക്ക് ഇന്റൻസിറ്റിയിൽ മാത്രമായിരിക്കും നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നത്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഇതിൽ നിന്ന് ഒത്തിരി ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുക. അതാണ് നമ്മൾ സെറ്റിന്റെ കേസിൽ ചെയ്യാനുള്ളത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കുമ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ്, ഇന്റൻസിറ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ്. അപ്പം നമ്മൾ ഓരോന്ന്, ഇപ്പം ഇതൊക്കെ കോർഡിനേഷൻ കെമിസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. കോർഡിനേഷൻ കെമിസ്ട്രിയുമായിട്ടുള്ള ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുമ്പോൾ ഇപ്പം ഞാൻ സിമെട്രിയുടെ കേസ് പറഞ്ഞു, ജെറൈഡ് അൺജെറൈഡ് സിമെട്രി, അല്ലെങ്കിൽ നമ്മൾ എന്താണ് പാരിറ്റി, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അറിഞ്ഞാൽ മാത്രമേ, ഇപ്പം നമുക്ക് കുറച്ച് കോംപ്ലക്സുകൾ വന്നിട്ട് ഇതിനകത്ത് ഏറ്റവും ഇന്റൻസിറ്റി കൂടിയത് ഏതാണ്, ഏറ്റവും ഇന്റൻസിറ്റി കൂടിയ ട്രാൻസിഷൻസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? സിമ്പിളായിട്ട് പറയാൻ പറ്റുന്നത് 2 സെലക്ഷൻ റൂളിനെ ഒബായ് ചെയ്യുന്ന ആൾക്കാർ ആരാണോ അവരായിരിക്കും നമ്മളുടെ ഏറ്റവും ഇന്റൻസിറ്റി ട്രാൻസിഷൻസ് തരുന്നത്. ഈ രീതിയിൽ വേണം നമ്മൾ ഓരോ കാര്യങ്ങളും അനലൈസ് ചെയ്ത് പഠിക്കാൻ. ഫുൾ ടോപ്പിക്കുകൾ പഠിക്കുക എന്നുള്ളതല്ല. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കുക, റിപ്പീറ്റഡ് ആയിട്ട് വന്ന ഏരിയാസ് നോക്കുക. പുതുതായിട്ട് ഒരു ഏരിയ എന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാന്ന് വെച്ചാൽ എല്ലാം അങ്ങനെ വരാൻ ചാൻസ് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ക്വസ്റ്റ്യൻസ് മാക്സിമം അനലൈസ് ചെയ്ത് നല്ല രീതിയിൽ പഠിച്ചാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് നേടിയെടുക്കാവുന്ന ഒരു എക്സാമാണ് സെറ്റ് എന്ന് പറയുന്നത്. നമ്മൾ ഒരു 30 ഡേയ്സിന്റെ ക്രാഷ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ബാച്ചിൽ നമ്മൾ മെയിൻ ആയിട്ടും ചെയ്യുന്ന ഇതാണ്, മാക്സിമം ലൈവ് സെഷൻസ് എന്ന് പറഞ്ഞാൽ മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാൻ കുട്ടികൾക്ക് കൊടുക്കുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മാക്സിമം വർക്കൗട്ട് ചെയ്യുക. കാര്യം 30 ഡേയ്സ് കൊണ്ട് നമ്മുടെ ഫുൾ ടോപ്പിക് കവർ ചെയ്യാന്ന് വെച്ചാൽ ഫിസിക്കൽ കെമിസ്ട്രി, ഇനോർഗാനിക് കെമിസ്ട്രി ഇതുപോലും നമുക്ക് കവർ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. 30 ഡേയ്സ് അത്രയും ഹെക്ടിക് ഒരു ഹ്യൂജ് സിലബസ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പം നമ്മൾ സ്മാർട്ട് വർക്ക് ചെയ്യുക, മാക്സിമം സ്മാർട്ട് വർക്ക് ചെയ്യുക, മാക്സിമം ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്യുക. കാര്യം ഈ ഒരു ഭാഗത്ത് നിന്ന് വന്നില്ല എന്നുണ്ടെങ്കിൽ, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഭാഗ്യദോഷം എന്നല്ലാതെ നമുക്കൊന്നും പറയാൻ പറ്റില്ല. കാര്യം നമുക്ക് റിപ്പീറ്റഡ് ആവുന്ന കുറേ ഏരിയാസ് ഉണ്ട്. നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ടൈപ്പ് കുറേ ഏരിയാസ് ഉണ്ട്. ഇപ്പം നമുക്ക് ട്രാൻസ്പോർട്ട് പ്രോപ്പർട്ടീസ്, അതിൽ നിന്നൊന്നും എല്ലാ വർഷവും വളരെ വ്യാപകമായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കത്തില്ല. അപ്പം നമ്മൾ അതിനെ പഠിച്ച് ഒരുപാട് സമയം കളയും. ഇപ്പോൾ കോർഡിനേഷൻ കെമിസ്ട്രി നമ്മൾ ഒരിക്കലും അവോയ്ഡ് ചെയ്യാൻ പറ്റാത്തൊരു ഏരിയ ആണ് നമ്മുടെ ഇനോർഗാനിക് കെമിസ്ട്രിയിൽ കോർഡിനേഷൻ കെമിസ്ട്രി എന്ന് പറയുന്നത്. കാര്യം എവിടെന്നെങ്കിലും ഏതെങ്കിലും ഒരു ലിങ്ക് നമ്മുടെ ഇനോർഗാനിക്കും കോർഡിനേഷൻ കെമിസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻസ് വയ്ക്കും. അപ്പം നമ്മൾ CC ചെയ്യുന്നത് ഇതാണ്, മാക്സിമം പ്രോബബിലിറ്റി ഉള്ള ഏരിയാസ് നമ്മൾ കവർ ചെയ്യുക. അപ്പോൾ ആ ഒരു രീതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിച്ചാൽ മാക്സിമം നിങ്ങൾ എക്സാംസ് അറ്റൻഡ് ചെയ്താൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് പരിചയപ്പെട്ടാൽ, ഒരു ക്വസ്റ്റ്യൻ പഠിക്കുമ്പോൾ ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ മാത്രം പഠിക്കാതിരിക്കുക. ആ ക്വസ്റ്റ്യൻ്റെ ആൻസറിൽ വരുമ്പം ഇപ്പോൾ റോങ് ആയിട്ടുള്ള ആൻസർ ഉണ്ട്. ഇപ്പം നമ്മളോട് ചോദിക്കുകയാണ് NMRന്റെ അബ്സോർപ്ഷൻ ഏരിയ ഏതാണ്, അല്ലെങ്കിൽ NMR ഏത് ഫ്രീക്വൻസിയിലാണ് അബ്സോർപ്ഷൻ നടക്കുന്നത്, അതിൻ്റെ ആൻസർ മാത്രം പഠിക്കാതെ, ഇപ്പോൾ രാമനാണെങ്കിൽ അതിൻ്റെ ഏരിയ എന്താണ്, എന്താണ് അവിടെ കണ്ടീഷൻ എന്താണ്, അതിൻ്റെ സെലക്ഷൻ റൂൾ എന്താണ്, ഈ രീതിയിൽ പഠിച്ചു പോയാൽ നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒരു ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെ പഠിക്കാൻ പറ്റും. ആ രീതിയിലാണ് നമ്മൾ ഓരോ ലൈവ് സെഷനും നമ്മൾ ഡിസൈൻ ചെയ്തേക്കുന്നത്. ഒരു ക്വസ്റ്റ്യൻ അതിന് ഡയറക്റ്റ് ആൻസർ അങ്ങനെയല്ല, ഒരു ക്വസ്റ്റ്യൻ പഠിക്കുന്നു, അതിൻ്റെ ആൻസർ പറയുന്നു, അതുമായിട്ട് ബന്ധപ്പെട്ട ബാക്കി ഫാക്റ്റുകളും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. അപ്പം നമ്മുടെ 30 ഡേയ്സിൻ്റെ പ്രത്യേകത ഇത് തന്നെയാണ്. നിങ്ങൾക്കും ജോയിൻ ചെയ്യാം ഈ ഒരു ബാച്ചിൽ. താല്പര്യമുള്ളവരെല്ലാം ജോയിൻ ചെയ്യുക. ഇതിനെപ്പറ്റി കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ ഒരു കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി. അപ്പം നമ്മൾ സെലക്ഷൻ റൂളിനെ പറ്റിയൊക്കെ പറഞ്ഞു. തിയററ്റിക്കലി ഇന്ന സെലക്ഷൻ റൂളൊക്കെയാണ് പോസിബിൾ ആയിട്ടുള്ളത്. പക്ഷേ ഈ സെലക്ഷൻ റൂളിന് ചില റിലാക്സേഷൻസ് നടക്കുന്നില്ലേ? വീക്കായിട്ടുള്ള ചില ട്രാൻസിഷൻസ് നമ്മൾ ചില കോംപ്ലക്സിന്റെ കേസിൽ പറയും. നമ്മൾ സെറ്റിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് പറ്റും, ഇന്ന കോംപ്ലക്സ് ഷോ എ വെരി ഫെയിൻറ്റ് കളർ, വാട്ട് ഈസ് വൈ ദിസ്, അല്ലെങ്കിൽ വൈ ദിസ് ഹാപ്പൻസ്. അപ്പോൾ ഇതിന് കാരണം എന്താണ്?
ചില റിലാക്സേഷൻസ് ആണ്. നമുക്ക് സ്ട്രിക്റ്റ് ആയിട്ട് ഇങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് പറയാൻ പറ്റും, പക്ഷേ എങ്കിലും ചില റിലാക്സേഷൻസ് അവിടെ വരുന്നുണ്ട്. അപ്പൊ എന്തൊക്കെയാണ് നമ്മളുടെ ഈ സെലക്ഷൻ റൂളിൽ വരുന്ന റിലാക്സേഷൻസ്? നമ്മൾ 2 മെയിൻ സെലക്ഷൻ റൂളാണ് പഠിച്ചത്, സ്പിൻ സെലക്ഷൻ റൂളും ലപ്പോർട്ടെ സെലക്ഷൻ റൂളും. എന്തൊക്കെയാണ് ഇവിടെ വരുന്ന റിലാക്സേഷൻ? അതിന്റെ മെക്കാനിസംസ് എന്താണ് എന്ന് വെച്ചാൽ 3 മെക്കാനിസംസ് ആണ് നമ്മൾ ഇവിടെ മെയിൻ ആയിട്ടും പഠിക്കുന്നത്. എന്താണ്? ദാറ്റ് അലൗ ഫോർബിഡൻ ഇലക്ട്രോണിക് ട്രാൻസിഷൻ ടു ബിക്കം സംവാട്ട് അലൗഡ്. ശരിക്കും നമ്മളുടെ ലപ്പോർട്ടെ റൂൾ അനുസരിച്ചും സ്പിൻ സെലക്ഷൻ റൂൾ അനുസരിച്ചും ആ ട്രാൻസിഷൻസ് ഫോർബിഡൻ ആയിരിക്കും, പക്ഷെ ചില റിലാക്സേഷൻസ് അവിടെ വരും. അപ്പോഴത്തേന് എന്ത് സംഭവിക്കും? ആ റിലാക്സേഷൻ മെക്കാനിസംസ് വഴി നമ്മുടെ ഫോർബിഡൻ ട്രാൻസിഷൻസ് എന്തായിട്ട് മാറും? അലൗഡ് ട്രാൻസിഷൻസ് ആയിട്ട് മാറും. അതിന് ചെറിയൊരു ഇന്റൻസിറ്റിയും കാണും, നമുക്ക് ചിലപ്പം കളറും അങ്ങനെയുള്ള കേസിൽ എക്സ്പെക്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ എന്തൊക്കെയാണ് ഇവിടുത്തെ റിലാക്സേഷൻ മെക്കാനിസംസ് എന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ റിലാക്സേഷൻ മെക്കാനിസം എന്ന് പറഞ്ഞാൽ വൈബ്രോണിക് കപ്ലിംഗ് ആണ്. വൈബ്രോണിക് കപ്ലിംഗ് മൂലം എന്ത് പറ്റും? നമ്മുടെ സെലക്ഷൻ റൂളിന് ചില റിലാക്സേഷൻസ് വരും, നമുക്ക് വീക്ക് ഇന്റൻസിറ്റി ഒബ്സർവ് ചെയ്യാനായിട്ട് പറ്റും. അടുത്തത് മിക്സിംഗ് അപ്പ് ഓഫ് സ്റ്റേറ്റ്സ്, അതൊരു അടുത്ത മെക്കാനിസം ആണ്. മൂന്നാമത് പറയുന്നത് സ്പിൻ ഓർബിറ്റ് കപ്ലിംഗ്. അപ്പോൾ വൈബ്രോണിക് കപ്ലിംഗ്, മിക്സിംഗ് അപ്പ് ഓഫ് സ്റ്റേറ്റ്സ്, സ്പിൻ ഓർബിറ്റ് കപ്ലിംഗ്, ഇത് 3ഉമാണ് നമ്മുടെ സെലക്ഷൻ റൂളിൽ വരുന്ന റിലാക്സേഷൻസ്. നോക്കിക്കേ, ആദ്യത്തത് വൈബ്രോണിക് കപ്ലിംഗ്. എന്താണ് വൈബ്രോണിക് കപ്ലിംഗ് എന്ന് പറഞ്ഞാൽ? ചില അൺസിമെട്രിക്കൽ വൈബ്രേഷൻസ് വരുവാണ്. അവിടെ എന്ത് പറ്റും? ഒരു ടെമ്പററി ആയിട്ടുള്ള അല്ലെങ്കിൽ ട്രാൻസിയൻ ലോസ് ഓഫ് സെൻട്രോസിമെട്രി നമുക്ക് ഒബ്സർവ് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ വരുമ്പോഴത്തേന് നമ്മുടെ ലപ്പോർട്ടെ സെലക്ഷൻ റൂളിന് ചില റിലാക്സേഷൻസ് പോസിബിൾ ആണ്. എന്തുകൊണ്ടാണ്? ഞാൻ ലപ്പോർട്ടെ സെലക്ഷൻ റൂൾ ഡിസ്കസ് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു, ഈ സെലക്ഷൻ റൂൾ മെയിനായിട്ടും ആപ്ലിക്കബിൾ ആവുന്നത് നമ്മുടെ സെൻട്രോസിമെട്രിക് ആയിട്ടുള്ള ഒക്ടാഹെഡ്രൽ മോളിക്യൂളിന്റെയും സ്ക്വയർ പ്ലാനർ കോംപ്ലക്സുകളുടെയും കേസിലാണ്. ടെട്രാഹെഡ്രൽ ജിയോമെട്രി ഉള്ളിടത്ത് ഈ ഒരു സെലക്ഷൻ റൂൾ ആപ്ലിക്കബിൾ അല്ല. കാര്യം അവിടെ ടെട്രാഹെഡ്രൽ ജിയോമെട്രിയുടെ കേസിൽ സെന്റർ ഓഫ് സിമെട്രി ഇല്ല എന്ന് ഞാൻ പറഞ്ഞിരുന്നു. നിങ്ങൾ ക്ലാസ് നേരെ കേട്ടിട്ടുണ്ടെങ്കിൽ ഓർമ്മ വരും. അപ്പം ഈ ഒരു വൈബ്രോണിക് കപ്ലിംഗ് കാരണം മനസ്സിലാവുന്ന ഒരു അൺസിമെട്രിക്കൽ വൈബ്രേഷൻസ് കാരണം ചില മോളിക്യൂളിന്റെ കേസിൽ ഒരു ട്രാൻസിയന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഷോർട്ട് ടൈമിലേക്കുള്ള ഒരു ടെമ്പററി ആയിട്ടുള്ള ഒരു സെന്റർ ഓഫ് സിമെട്രി ലോസ് വരുന്നുണ്ട്. ഈ സെന്റർ ഓഫ് സിമെട്രി ലോസ് കാരണം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മളുടെ ലപ്പോർട്ടെ സെലക്ഷൻ റൂളിന് ചില റിലാക്സേഷൻസ് കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പം ഒരു ഇലക്ട്രോണിക് ട്രാൻസിഷൻ നടക്കണമെങ്കിൽ ഏകദേശം ഒരു 10⁻⁻18 സെക്കൻഡ് വേണം. ഇതെന്ന് പറയുന്നത് നോക്കിക്കേ, മച്ച് ലെസ് ദാൻ ദ ടൈം റിക്വയർഡ് ഫോർ വൈബ്രേഷൻസ് ടു ഒക്കർ എന്ന് വെച്ചാൽ ഒരു 10⁻, ആ ഒരു രീതിയിലുള്ള ആ ഒരു നോക്കിക്കേ, ദ ടൈം റിക്വയർഡ് ഫോർ ഇലക്ട്രോണിക് ട്രാൻസിഷൻ ടു ഒക്കർ ഈസ് മച്ച് ലെസ് ദാൻ ദ ടൈം റിക്വയർഡ് ഫോർ എ വൈബ്രേഷൻ ടു ഒക്കർ. മനസ്സിലാവുന്നു? ഈ ഒരു ഡിഫറൻസ് കാരണം എന്ത് സംഭവിക്കും? വൈബ്രേഷൻസ് അവിടെ എന്ന് വെച്ചാൽ അൺസിമെട്രിക് ആയിട്ടുള്ള വൈബ്രേഷൻസ് ആ മോളിക്യൂളിന് സംഭവിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് സംഭവിക്കും? നമ്മളുടെ ഈ ഒരു ചെറിയ ലൈഫ് ടൈമിൽ തന്നെ ആ വൈബ്രോണിക് കപ്ലിംഗ് അവിടെ നടക്കും. അതുകൊണ്ട് തന്നെ ആ മോളിക്യൂളിന് ട്രാൻസിയന്റ് ആയിട്ട് ഒരു സെൻട്രോസിമെട്രിയിൽ ഒരു ചേഞ്ച് അല്ലെങ്കിൽ ലോസ് സംഭവിക്കും. അതുകൊണ്ട് തന്നെ നമ്മളുടെ ലപ്പോർട്ടെ സെലക്ഷൻ റൂളിൽ നിന്ന് അതിനൊരു റിലാക്സേഷൻ സംഭവിക്കും. ഇതാണ് നമ്മുടെ ആദ്യത്തെ റൂള്. എന്താണ് റിലാക്സേഷൻ എന്ന് പറയുന്നത്? എന്താണ്? വൈബ്രോണിക് കപ്ലിംഗ് ആണ്. ആ ഒരു കാര്യമായി കാണിച്ചേക്കുന്നത് ഇവിടെ കണ്ടോ. ഇവിടെ നമ്മുടെ സെൻട്രോസിമെട്രി ട്രാൻസിയന്റ് ആയിട്ട് ഇവിടെ ലൈഫ് ടൈം എന്ന് പറഞ്ഞാൽ 10⁻13 സെക്കൻഡ് ആണ്. ഇവിടെ 10⁻18 സെക്കൻഡ് എന്ന് വെച്ചാൽ ഇവിടെ സെൻട്രോസിമെട്രിക്ക് ഒരു വൈബ്രേഷൻസ് കാരണം ആ സെൻട്രോസിമെട്രിക്ക് ചേഞ്ച് വരുന്നതാണ് പറഞ്ഞേക്കുന്നത്. രണ്ടാമത്തത് മിക്സിംഗ് അപ്പ് ഓഫ് സ്റ്റേറ്റ് ആണ്. മിക്സിംഗ് അപ്പ് ഓഫ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഈ കോംപ്ലക്സുകൾ എന്ന് പറഞ്ഞാൽ ഒരു പ്യുവർ സ്റ്റേറ്റിലായിരിക്കത്തില്ല. എന്ന് വെച്ചാൽ നമുക്ക് സിമെട്രി പ്രോപ്പർട്ടീസ് ഇവിടെ നോക്കിക്കേ, ജെറൈഡോ അൺജെറൈഡോ ഇങ്ങനെയുള്ള നമുക്കറിയാം നമ്മുടെ ഹൈബ്രിഡൈസേഷൻ നടക്കുമ്പോൾ എസും പിയും ഒക്കെ ഹൈബ്രിഡൈസ് ചെയ്യാറുണ്ട്. sp3 dsp2 ഇങ്ങനെയുള്ള പല പല ഹൈബ്രിഡൈസേഷൻസ് നടക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ നമ്മുടെ ദ സ്റ്റേറ്റ് ഇൻ ദ കോംപ്ലക്സ് എന്ന് പറയുന്നത് എന്താണ്? പ്യുവർ ആണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ല. എന്ന് പറഞ്ഞാൽ സിമെട്രി പ്രോപ്പർട്ടീസ് ഓഫ് നൈബറിംഗ് സ്റ്റേറ്റ് ബിക്കം മിക്സ്ഡ് ഇൻ ടു ദോസ് ഓഫ് ദ സ്റ്റേറ്റ്സ് ഇൻവോൾവ് ഇൻ ഫോർബിഡൻ ട്രാൻസിഷൻ. ഫോർബിഡൻ ട്രാൻസിഷനിൽ ഇൻവോൾവ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞില്ലേ ഇപ്പം അങ്ങനെ വരുമ്പോഴത്തേന് അവിടെ ഒരു മിക്സിങ് നടക്കും. ഈ മിക്സിങ് ഓഫ് എന്താണ്? ഡി ആൻഡ് പി അത് സംഭവിക്കാറില്ല. ഹൈബ്രിഡൈസേഷൻ നടക്കുമ്പോൾ അങ്ങനെയുള്ളൊരു മിക്സിങ് നടക്കാറുണ്ട്. അതെന്ത് ചെയ്യും? പാർഷ്യൽ ബ്രേക്ക് ഡൗൺ ഓഫ് ലപ്പോർട്ടെ റൂൾ. ഇവിടെ എന്താണ്? ലപ്പോർട്ടെ റൂളിനുള്ള പാർഷ്യൽ ബ്രേക്ക് ഡൗൺ നടക്കുന്നുണ്ട്. മിക്സിംഗ് അപ്പ് ഓഫ് ഡി ആൻഡ് പി ഓർബിറ്റൽസ്. അങ്ങനെ വരുമ്പം ഡി പി മിക്സിംഗ് നടക്കുന്നു. ഡി പി മിക്സിംഗ് നടക്കുമ്പോഴത്തേന് എന്ത് സംഭവിക്കും? നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഡിയിൽ നിന്ന് ഡിയിലോട്ട് അല്ലെങ്കിൽ ഡിയിൽ നിന്ന് പിയിലോട്ട് ട്രാൻസിഷൻ പോസിബിൾ ആണ്. പക്ഷേ
നമ്മൾ ഇപ്പോൾ ഡി ട്രാൻസിഷൻ എന്ന് പറഞ്ഞാൽ പ്യുവർ ഡി ട്രാൻസിഷൻ ആവണമെന്നില്ല. അവിടെ എന്ന് പറഞ്ഞാൽ ഈ മിക്സപ്പ് DP മിക്സിങ് ചിലപ്പം ഹാപ്പൻ ചെയ്യാം. അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കും, നമ്മളുടെ ഡെൽറ്റ എൽ സെയിം പാരിറ്റിയിലല്ലേ നമ്മുടെ സെലക്ഷൻ റൂൾ പറയുന്നത് ട്രാൻസിഷൻ നടക്കണം എന്ന്. അപ്പോൾ ഈ DP മിക്സിങ് നടക്കുമ്പോഴത്തേന് ഈ ജെറേഡ് അൺജെറേഡ് സിമെട്രീസ് തമ്മിൽ മിക്സിങ് വരുവാണ്. അങ്ങനെ വരുമ്പോഴത്തേന് എന്ത് സംഭവിക്കും, നമ്മളുടെ ലപ്പോർട്ടെ സെലക്ഷൻ റൂളിന് ഒരു റിലാക്സേഷൻ വരും. അതാണ് മിക്സിംഗ് അപ്പ് ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അടുത്തത് വരുന്നത് എന്താണ്, spin orbit coupling. എന്താണ്, partial lifting of spin selection rule is possible by the spin orbit coupling. When there is coupling of spin and orbital angular momentum known as the spin orbital coupling. എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഈ കപ്ലിംഗ് നടക്കുന്നത് മൂലം എന്ത് സംഭവിക്കും, നമ്മളുടെ സ്പിൻ സെലക്ഷൻ റൂളിന് ഒരു റിലാക്സേഷൻ വരാം. എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞേക്കുന്നത് എന്താ, സ്പിൻ സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യണം. ഇവിടെ സ്പിൻ ഓർബിറ്റ് കപ്ലിംഗ് നടക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഈ സ്പിൻ സെലക്ഷൻ റൂളിന് റിലാക്സേഷൻ പോസിബിൾ ആണ്. ഹെവിയർ ട്രാൻസിഷൻ എലമെന്റ്സിന്റെ കേസിലാണ് നമ്മൾ ഈ സ്പിൻ ഓർബിറ്റൽ കപ്ലിംഗ് മെയിൻ ആയിട്ടും പറയുന്നത്. അപ്പൊ ഈ 3 മെത്തേഡിലൂടെ നമുക്ക് എന്ത് പറയാൻ പറ്റും, സ്പിൻ ഓർബിറ്റൽ നമ്മുടെ സെലക്ഷൻ റൂളുകൾക്ക് അല്ലെങ്കിൽ നമ്മുടെ സ്പിൻ സെലക്ഷൻ റൂളിനും നമ്മുടെ ലപ്പോർട്ടെ സെലക്ഷൻ റൂളിനും റിലാക്സേഷൻ പോസിബിൾ ആണ്. സ്പിൻ ഓർബിറ്റ് കപ്ലിംഗ് മൂലം സ്പിൻ സെലക്ഷൻ റൂളിലാണ് റിലാക്സേഷൻ വരുന്നത്. വൈബ്രോഡിങ് കപ്ലിംഗും മിക്സിംഗ് ഓഫ് സ്റ്റേറ്റും കാരണം നമ്മളുടെ ലപ്പോർട്ടെ സെലക്ഷൻ റൂളിനും ചില റിലാക്സേഷൻസ് നമുക്ക് ഒബ്സർവ് ചെയ്യാനായിട്ട് പറ്റും. ഇവിടെ കാണിച്ചേക്കുന്നത് ചില കോംപ്ലക്സിന്റെ കേസുകളിൽ അവരുടെ സ്പിൻ മൾട്ടിപ്ലിസിറ്റി എങ്ങനെയാണ്, അലൗഡ് ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞേക്കുന്നത്. ഇവിടെ നോക്കിക്കേ, നമ്മൾ COBr4 2- എന്ന് പറയുന്നൊരു കോംപ്ലക്സ് ആണ്. ഇവിടെ D7 കോൺഫിഗറേഷൻ ആണ് വരുന്നത്. ഇവിടെ എന്ന് വെച്ചാൽ സ്പിൻ മൾട്ടിപ്ലിസിറ്റി ഒക്കെ അലൗഡ് ആണ്. 4p നിന്ന് 4p അങ്ങനെയുള്ള ട്രാൻസിഷൻസ് ആണ്. അതുകൊണ്ട് തന്നെ ഈ ട്രാൻസിഷൻസ് ലപ്പോർട്ടെ അലൗഡ് ആണ്, സ്പിൻ അലൗഡും ആണ്. മനസ്സിലാവുന്നു. ഇനി D5 വരുവാണ്. ഇതും നമ്മുടെ 4 കോർഡിനേഷൻ ആണ് വരുന്നത്. ഇവിടെ സ്പിൻ നോക്കുവാണെങ്കിൽ, സ്പിൻ മൾട്ടിപ്ലിസിറ്റി നോക്കുവാണെങ്കിൽ ഫോർബിഡൻ ആണ്. അതേസമയം ലപ്പോർട്ടെ ട്രാൻസിഷൻ നോക്കുവാണെങ്കിൽ അലൗഡ് ആണ്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ കേസാണ്, MnH2 6 × 2+. അവിടെ എന്ന് പറഞ്ഞാൽ D5 കോൺഫിഗറേഷൻ ആണ്. D5 കോൺഫിഗറേഷൻ ആയതുകൊണ്ട് നേരത്തെ കാണിച്ചായിരുന്നു T2Gയിൽ നിന്ന് EGയിലോട്ടുള്ള ട്രാൻസിഷൻ നടക്കണം എന്നുണ്ടെങ്കിൽ സ്പിൻ ഫോർബിഡനും ആണത്, ലപ്പോർട്ടെ ഫോർബിഡൻ ആണ്. DD ട്രാൻസിഷൻ ആയതുകൊണ്ട് തന്നെ രണ്ടും ഫോർബിഡൻ ആയിട്ടാണ് വരുന്നത്. അങ്ങനെ ഓരോ കോംപ്ലക്സുകളുടെ കേസിലുമാണ് നമ്മളിവിടെ പറഞ്ഞേക്കുന്നത്. ഇപ്പൊ നിക്കലിന്റെ കേസിൽ എടുക്കുവാണെങ്കിൽ D8 കോൺഫിഗറേഷൻ ആണ്. നോക്കിക്കുക, അത് നിങ്ങൾക്ക് പറയുമ്പോൾ കൂടുതൽ മനസ്സിലാവും. 1 2 3 4 5 6 7 8. അപ്പം നോക്കിക്കേ, ഇവിടെ ഈ ഒരു ഇലക്ട്രോണിന് ഇപ്പൊ ഇവിടെ -½ ആണ്, ഇതിന് മുകളിലോട്ട് പോകാനായിട്ട് പറ്റും അല്ലെ. അതുകൊണ്ട് തന്നെ നമുക്ക് DD ട്രാൻസിഷൻസ് എന്താണ്, നിക്കലിന്റെ കേസിൽ അലൗഡ് ട്രാൻസിഷൻ ആണ്. പക്ഷെ ഇവിടെ DD ട്രാൻസിഷൻ നടക്കുന്നത് കൊണ്ട് തന്നെ DD ട്രാൻസിഷൻസ് എന്താണ്, ലപ്പോർട്ടെ ഫോർബിഡൻ ആണെന്ന് നമ്മൾ പറഞ്ഞു. അതുകൊണ്ട് ഇത് സ്പിൻ അലൗഡ് ആണ്, അതേസമയം ലപ്പോർട്ടെ ഫോർബിഡൻ ആണ്. പക്ഷെ മാംഗനീസിന്റെ കേസ് എടുക്കുവാണെങ്കിൽ അത് ബോത്ത് ട്രാൻസിഷൻസും ബോത്ത് സെലക്ഷൻ റൂളും ഫോർബിഡൻ ചെയ്യുന്നതാണ്. ഫോർബിഡൻ സ്പിൻ ഫോർബിഡനും അല്ല, സ്പിൻ ഫോർബിഡനുമാണ്, ലപ്പോർട്ടെ ഫോർബിഡനുമാണ്. അതേസമയം നിക്കലിന്റെ കേസ് എടുക്കുവാണെങ്കിൽ നിക്കലിന്റെ കേസിൽ അത് സ്പിൻ അലൗഡ് ആണ്, പക്ഷെ എന്താണ്, ലപ്പോർട്ടെ ഫോർബിഡൻ ആണ്. അതുപോലെ തന്നെയാണ് കൊബോൾട്ടിന്റെ കേസിൽ അത് സ്പിൻ അലൗഡ് ആണ്. അതേസമയം എന്താണ്, നമ്മളുടെ ഈ ലപ്പോർട്ടെ നോക്കിയാൽ DD ട്രാൻസിഷൻസ് ആയതുകൊണ്ട് തന്നെ അത് ഫോർബിഡൻ ആണ്. ഇവിടെ ടേംസ് നോക്കിക്കേ, 4Fൽ നിന്ന് 4pയിലോട്ടുള്ള ട്രാൻസിഷൻ നമ്മുടെ ഗ്രൗണ്ട് സ്റ്റേറ്റ് ടേം സിമ്പിളൊക്കെ വെച്ചിട്ടാണ് നമ്മളത് കണ്ടുപിടിക്കുന്നത്. സ്പ്ലിറ്റിംഗ് ടേംസ് ഒക്കെ വരും, ഓർഗൽ ഡയഗ്രാംസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് അത് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ആ രീതിയിൽ ചില കോംപ്ലക്സുകളുടെ കേസിൽ നമ്മൾ സെലക്ഷൻ റൂൾ ഇപ്പൊ ഇവിടെ നോക്കുവാണെങ്കിൽ, ഇവിടെ എന്ന് പറഞ്ഞാൽ ഇത് 4 കോർഡിനേറ്റ് കോംപ്ലക്സുകൾ ആയതുകൊണ്ട് തന്നെ നമ്മളുടെ എന്താണ്, ടെട്രാഹൈഡ്രൽ കോംപ്ലക്സുകളൊക്കെ വരുവാണെങ്കിൽ അവിടെ ലപ്പോർട്ടെ റൂള് ഒബായ് ചെയ്യുന്നില്ല. ലപ്പോർട്ടെ സെലക്ഷൻ റൂള് അവർ അലൗ ചെയ്യും അങ്ങനെയുള്ള കോംപ്ലക്സുകൾ, കാര്യം അവർക്ക് സെൻട്രോസിമെട്രി ഇല്ല. ഇനി ഇതേ കേസ് തന്നെയാണ് പറഞ്ഞേക്കുന്നത്. ഇന്റൻസിറ്റീസ് എങ്ങനെയാണ് വരുന്നത്, നമ്മുടെ മോളാർ അബ്സോർപ്ഷൻ കോഎഫിഷ്യന്റിന്റെ വാല്യൂ എങ്ങനെയാണ് വരുന്നത്. ഇപ്പം ട്രാൻസിഷൻ സ്പിൻ ഫോർബിഡൻ ആണ്, ലപ്പോർട്ടെ ഫോർബിഡൻ ആണ്. രണ്ടും ഫോർബിഡൻ ആയിട്ടുള്ള ട്രാൻസിഷൻ വന്നാൽ നമ്മളുടെ മോളാർ അബ്സോർപ്ഷൻ കോൺസ്റ്റന്റിന്റെ വാല്യൂ വളരെ കുറവായിരിക്കും. 10⁻⁻² അല്ലെങ്കിൽ 1 വാല്യൂ അടുപ്പിച്ചൊക്കെ വരത്തുള്ളൂ. വളരെ ചെറിയൊരു മോളാർ അബ്സോർപ്ഷൻ കോൺസ്റ്റന്റ് ആയിരിക്കും. ഇനി സ്പിൻ അലൗഡ് ആണ്, പക്ഷെ ലപ്പോർട്ടെ ഫോർബിഡൻ ആണെങ്കിൽ അങ്ങനെ വരുന്ന കേസിൽ നമ്മുടെ എപ്സിലോണിന്റെ വാല്യൂ 1 to 10 വരെ ഇന്റൻസിറ്റി വരാനുണ്ട്. ഇനി സ്പിൻ അലൗഡ് ആണ്, അതേസമയം ലപ്പോർട്ടെ ഫോർബിഡൻ ആണ്, സ്പിൻ അലൗഡ് ആണ്. പക്ഷേ ഇവിടെ PD ഓർബിറ്റൽസ് ഓവർലാപ്പ് ചെയ്യുന്നുണ്ട്. ഓർബിറ്റൽസ് ഓവർലാപ്പ് ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു അവിടെ എന്ത് സംഭവിക്കും, മിക്സിംഗ് അല്ലേ വരുന്നത്. ഓവർലാപ്പിംഗ് വരുമ്പോഴത്തേനും അവിടെ ചെറിയൊരു റിലാക്സേഷൻ വരും. അതുകൊണ്ടാണ് ഇവിടെ എന്ത് സംഭവിക്കുന്നത്, കുറച്ചും കൂടെ ഇന്റൻസിറ്റി കൂടുന്നത്. ശരിക്കും വരേണ്ട എന്താണ് 1 to 10 ആണ്, പക്ഷേ ഇവിടെ ഈ ഒരു PD ഓവർലാപ്പിംഗ് നടക്കുന്നതുകൊണ്ട് അതിന്റെ ഇന്റൻസിറ്റി 10 to 10⁻²ഇലോട്ട് ഇൻക്രീസ് ചെയ്യും.
ഇനി അടുത്ത കേസ് സ്പിൻ അലൗഡ് ആണ്, ലപ്പോർട്ടെ ഫോർബിഡൻ ആണ്. അങ്ങനെയുള്ള കേസിൽ ഇവിടെ ഇൻറ്റൻസിറ്റി സ്റ്റിലിംഗ് എഫക്റ്റ് വരുന്നു. അങ്ങനെ വരുമ്പോഴത്തേന് ചെറിയൊരു റിലാക്സേഷൻ വരക്കും. എന്നുവെച്ചാൽ 10⁻² to 10⁻³ പവറിലേക്ക് ആ ഒരു മോളർ അബ്സോർപ്ഷൻ കോൺസ്റ്റന്റിന്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഇനി രണ്ടും അലൗഡ് ആയിട്ടുള്ള ട്രാൻസിഷൻസ്, ഇപ്പം നമ്മുടെ ടെട്രാഹൈഡ്രൽ കോംപ്ലക്സ് ഒക്കെ വരുന്ന കേസിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള കേസുകളിലൊക്കെ എന്ത് വരും, നമ്മുടെ സ്പിൻ അലൗഡ് ട്രാൻസിഷൻസ് ആണെങ്കിൽ, ഇപ്പം എസിൽ നിന്ന് പിയിലോട്ടുള്ള ട്രാൻസിഷൻ അല്ലെങ്കിൽ പിയിൽ നിന്ന് ഡിയിലോട്ടുള്ള ട്രാൻസിഷൻ, അങ്ങനെ വരുന്ന ട്രാൻസിഷൻസ് ഒക്കെ എങ്ങനെയാണ്, അവർ ഹൈ ഇൻറ്റൻസിറ്റി ട്രാൻസിഷൻസ് ആണ്. അപ്പം നിങ്ങൾ ഇവിടെ ഓർത്തിരിക്കേണ്ട ഇത്ര കാര്യമേ ഉള്ളൂ, നമുക്ക് ഒരു ട്രാൻസിഷൻ എന്താണ് സ്പിൻ അലൗഡ് ആണ്, ലപ്പോർട്ടെ അലൗഡ് ആണ് എങ്കിൽ വളരെ ഹൈ ഇൻറ്റൻസിറ്റിയിലായിരിക്കും ആ അബ്സോർപ്ഷൻ നടക്കുന്നത്. ഇനി രണ്ടും ഫോർബിഡൻ ആണെങ്കിൽ ആ ട്രാൻസിഷൻ വളരെ വീക്ക് ഇൻറ്റൻസിറ്റിയിലായിരിക്കും നടക്കുന്നത്. ഇനി ഒരെണ്ണം അലൗഡ് ആണ്, ഒരെണ്ണം അലൗഡ് അല്ല, പക്ഷെ അവിടെ ഒരു റിലാക്സേഷൻ നടക്കുന്നുണ്ടെങ്കിലും നോർമലി രണ്ടും ഫോർബിഡൻ ആയതിനേക്കാളും ഇൻറ്റൻസിറ്റിയിൽ ആ ട്രാൻസിഷൻ നടക്കും. അത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കേസ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. നോക്കിക്കേ, ദ കറക്റ്റ് ഇന്റൻസിറ്റീസ് ഓഫ് ഇലക്ട്രോണിക് ട്രാൻസിഷൻ എമംഗ് ദ ഫോളോയിങ് ഈസ്. ഇപ്പൊ നമുക്ക് 4 കോംപ്ലക്സുകൾ തന്നിട്ടുണ്ട്. 4 കോംപ്ലക്സുകൾ തന്നിട്ട് നമ്മളോട് ഇവിടുത്തെ കറക്റ്റ് ഇന്റൻസിറ്റി ആണ് ചോദിച്ചേക്കുന്നത്. നോക്കിക്കേ, FeH2O 6 times 3 plus TiH2O 6 times 3 plus COCl4 2 minus TiCl6 2 minus. അപ്പം നമ്മളോട് ചോദിച്ചേക്കുന്നത് എന്താണ്, ഇവരുടെ കറക്റ്റ് ഇൻറ്റൻസിറ്റിയുടെ ഓർഡർ ആണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. ഇൻറ്റൻസിറ്റിയുടെ ഓർഡർ ഒക്കെ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് നമുക്ക് ഇവരുടെ ഓരോരുത്തരുടെയും ഓക്സിഡേഷൻ സ്റ്റേറ്റ് നോക്കാം. ഇവിടെ ഡയറക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് മനസ്സിലാവും അയണിൻ +3 ഓക്സിഡേഷൻ സ്റ്റേറ്റ് അല്ലേ. അടുത്ത് നോക്കിക്കേ, TiH2O 6 times 3a+. അവിടെ എന്ന് പറഞ്ഞാൽ ടൈറ്റാനിയം എന്ന് പറയുന്നത് 3+ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്. ഇവിടെ നിങ്ങൾ നോക്കിക്കേ, COCl4 2 മൈനസ്, ഇവിടെ എന്ന് പറയുന്നത് x - 4 = -2 വരും. എക്സ് കൊബോൾട്ടിന്റെ കേസിൽ +2 ആണ് ഇവിടുത്തെ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. അടുത്ത TiCl6 2 മൈനസ്, ഇവിടെയാണെങ്കിലോ x - 6 = -2 വരും. x +4 വരും. ഇവിടെ +4 ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണ് ഈ ടൈറ്റാനിയം ഇരിക്കുന്നത്. അപ്പം നമ്മളിവിടെ ഓരോ കേസും കൺസിഡർ ചെയ്യുക. ആദ്യത്തെ നോക്കിക്കേ, FeH2O 6 times 3+, അയൺ +3 ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണ്. അയണിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെയാണ് വരുന്നത്, D6S2. അറിയാത്തവര് പറഞ്ഞു നോക്കുക, സ്കാൻഡിയം, ടൈറ്റാനിയം, വനേഡിയം, ക്രോമിയം, മാംഗനീസ്, അയൺ. D6S2 ആണ്. അയൺ D6S2 വരുമ്പോഴത്തേന് ഇവിടെ 3 ഇലക്ട്രോൺസ് ആണ് അയണിന് നഷ്ടമാകുന്നത്. അതുകൊണ്ടല്ലേ അയൺ 3+ സ്റ്റേറ്റിലോട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ Fe3+ എന്ന് പറയുമ്പോൾ ഏത് കോൺഫിഗറേഷനിൽ വരും, D5 കോൺഫിഗറേഷനിൽ വരും അല്ലെ. D5 കോൺഫിഗറേഷനിൽ വരുമ്പോഴത്തേന് എങ്ങനെയാണ് നമ്മൾ എഴുതുന്നത്, ഈ രീതിയിലല്ലേ, 1 2 3 4 5. നോക്കിക്കേ, ഈ ഒരു രീതിയിൽ വരുമ്പോഴത്തേന് ഇവിടെ നോക്കിക്കേ, ഇതൊരു DD ട്രാൻസിഷനാണ് നടക്കേണ്ടത്. ഇവിടെ സ്പിൻ സെലക്ഷൻ റൂൾ ഒബായ് ചെയ്യുമോ, നമ്മളെ MnH2O 6 times 2+ പോലെ അല്ലേ. ഇവിടെ ഈ ഒരു ഇലക്ട്രോണിന് മുകളിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ, EG ലെവലിലോട്ട് പോകണമെങ്കിൽ അതിന്റെ സ്പിൻ ഇൻവേർട്ട് ചെയ്താലേ പറ്റത്തുള്ളൂ. അങ്ങനെയുള്ള ട്രാൻസിഷൻസ് സ്പിൻ ഇൻവേർട്ട് ചെയ്യാൻ പാടില്ല എന്നല്ലേ നമ്മുടെ റൂള്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ കോംപ്ലക്സിന്റെ കേസിൽ ΔSന്റെ വാല്യൂ ≠ 0. അങ്ങനെ നടക്കാനേ പറ്റത്തുള്ളൂ ട്രാൻസിഷൻ അല്ലെ. ട്രാൻസിഷൻ അഥവാ നടക്കുന്നുണ്ടെങ്കിൽ. അപ്പൊ ഇതെന്ന് പറയുന്നത് എന്താണ്, DD ട്രാൻസിഷൻ ആയതുകൊണ്ട് തന്നെ ഇതെന്താണ്, ലപ്പോർട്ടെ ഫോർബിഡൻ ആണ്. അത് നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു. ലപ്പോർട്ടെ ഫോർബിഡൻ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്, ഇവിടെ ΔLന്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്, 0 അല്ലേ വരുന്നത്. കാരണം ഡിയുടെ വാല്യൂ 2 ആണ്. 2 to 2 എന്ന് പറയുന്നത് 0 വരും. ΔLന്റെ വാല്യൂ 0 വരുന്നത് കൊണ്ട് തന്നെ ഈ ട്രാൻസിഷൻ എന്താണ്, ലപ്പോർട്ടെ ഫോർബിഡൻ ആണ്. അതേപോലെ തന്നെ ഇവിടെ D5 കോൺഫിഗറേഷൻ വരുന്നത് കൊണ്ട് തന്നെ ΔSന്റെ വാല്യൂ 0 വരത്തില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ നടക്കുന്ന ഇലക്ട്രോണിക് ട്രാൻസിഷൻ എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ഡബ്ലി ഫോർബിഡൻ ആണ്. അതായത് FeH2O 6 times 2+ന്റെ കേസിൽ ലപ്പോർട്ടെ ഫോർബിഡൻ ആണ്. അതേപോലെ തന്നെ സ്പിൻ ഫോർബിഡൻ ആണ്. അപ്പൊ ഡബ്ലി ഫോർബിഡൻ ആയിട്ടുള്ള ഒരു ട്രാൻസിഷൻ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിന്റെ ഇന്റൻസിറ്റി വളരെ വീക്കാണെന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. പക്ഷെ കമ്പാരിസൺ ആണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. അപ്പം നമ്മൾ ബാക്കിയുള്ളവരുടെ കേസും കൂടെ ഒന്ന് ഡിസ്കസ് ചെയ്യണം. രണ്ടാമത് വന്നേക്കുന്ന ആരാ, TiH2O 6 times 3+. ഇവിടെ ടൈറ്റാനിയം 3+ ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണ്. ടൈറ്റാനിയത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെ വരുന്നത്, സ്കാൻഡിയം, ടൈറ്റാനിയം, D2S2 കോൺഫിഗറേഷനാണ് ടൈറ്റാനിയത്തിന് വരേണ്ടത് അല്ലെ. ഇവിടെ ടൈറ്റാനിയം 3+ ഓക്സിഡേഷൻ സ്റ്റേറ്റാ. അതുകൊണ്ട് ടൈറ്റാനിയം 3+ എന്ന് പറഞ്ഞാൽ എന്താ, എസിൽ നിന്ന് 2 ഇലക്ട്രോൺ പോകും, ഡിയിൽ നിന്ന് 1 ഇലക്ട്രോൺ പോകും. അതുകൊണ്ട് തന്നെ അത് D1 കോൺഫിഗറേഷനാണ്. D1 കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും ഇവിടെ വരുന്നത്, D1 ഇങ്ങനല്ലേ വരുന്നത്. ഒക്ടാഹൈഡ്രൽ കോംപ്ലക്സ് ആയതുകൊണ്ട് തന്നെ T2G എന്നും EG എന്നും പറഞ്ഞുമാണ് സ്പ്ലിറ്റ് ചെയ്യുന്നത്. D1 കോൺഫിഗറേഷൻ ആണ്. D1 കോൺഫിഗറേഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഇവിടെ സ്പിൻ
എന്ത് ചെയ്യാൻ പറ്റും? സ്പിൻ അലൗഡ് ആണ്. കാര്യം ഇവിടെ ഇതിന് മുകളിലോട്ട് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ ഇവിടെ ഇലക്ട്രോൺ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇതേ സ്പിന്നിൽ ഇതിന് മുകളിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ സ്പിൻ അലൗഡ് ആണ്. പക്ഷെ DD ട്രാൻസിഷൻ ആയതുകൊണ്ട് എന്താണ്? ലപ്പോർട്ടെ ഫോർബിഡൻ ആണ്. അതുകൊണ്ട് ഇതെന്താണ്? നമ്മുടെ അടുത്ത കേസ് എടുക്കുവാണെങ്കിൽ TiH2O 6 times 3+ എടുക്കുവാണെങ്കിൽ അത് സ്പിൻ അലൗഡ് ആണ്. അതേസമയം എന്താണ്? ലപ്പോർട്ടെ ഫോർബിഡൻ ആണ്. മനസ്സിലാവുന്നു? സ്പിൻ അലൗഡ് ആണ്, ലപ്പോർട്ടെ ഫോർബിഡൻ ആണ്. ഇനി അടുത്ത കേസ് നോക്കിക്കേ, COCl4 2-. COCl4 2- എന്ന് പറഞ്ഞാൽ ഇതെന്ന് പറഞ്ഞൊരു ടെട്രാഹൈഡ്രൽ മോളിക്യൂളാണ്. ടെട്രാഹൈഡ്രൽ മോളിക്യൂൾ ആയതുകൊണ്ട് തന്നെ നമ്മളുടെ സ്പിൻ സെലക്ഷൻ നമ്മൾ പറഞ്ഞു, നമ്മുടെ ലപ്പോർട്ടെ സെലക്ഷൻ റൂളിന് ഒരു റിലാക്സേഷൻ ഉണ്ട്. കാര്യം സെൻട്രോസിമെട്രിക് ആയിട്ടുള്ള മോളിക്യൂൾ അല്ല. സോ ലപ്പോർട്ടെ സെലക്ഷൻ റൂൾ അവിടെ നമ്മൾ നോക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു കോംപ്ലക്സിന്റെ കേസിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇതിനകത്ത് ആ ലപ്പോർട്ടെ റൂളിന് നമ്മൾ അവിടെ ലപ്പോർട്ടെ അലൗഡ് ആണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം, അല്ലെ? അപ്പൊ ഇവിടെ കൊബോൾട്ട് 2+ വരുന്നു. കൊബോൾട്ട് 2+ എന്ന് പറഞ്ഞാൽ കൊബോൾട്ടിന്റെ കോൺഫിഗറേഷൻ D7S2 ആണ്. കൊബോൾട്ട് D7 വരും. അങ്ങനെ വരുമ്പോഴത്തേന് നമ്മുടെ D7 ഞാൻ ഇങ്ങോട്ട് വരയ്ക്കാം. D7 വരുമ്പോൾ ഇങ്ങനല്ലേ, 1 2 3 4 5 6 7 ഇങ്ങനെയാണ് വരുന്നത്. അതുകൊണ്ട് ഇത് സ്പിൻ അലൗഡ് ആണ്, ലപ്പോർട്ടെ അലൗഡ് ആണ്. അത് അങ്ങനെ നിന്നോട്ടെ. അപ്പം അടുത്ത ഈ കോംപ്ലക്സ് എന്താണ്? സ്പിന്നും അലൗഡ് ആണ്, ലപ്പോർട്ടെ അലൗഡ് എന്ന് പറയുന്നത് ടെട്രാഹൈഡ്രൽ ആയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഇനി അടുത്ത് നോക്കിക്കേ, TiCl6 2-. ഇവിടെ ടൈറ്റാനിയം 4+ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്. ഇവിടെ ഞാൻ പറഞ്ഞായിരുന്നു ടൈറ്റാനിയം D2S2 ആണ്. ടൈറ്റാനിയം 4+ എന്ന് പറഞ്ഞാൽ ടൈറ്റാനിയം 0 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്. 0 ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ടൈറ്റാനിയത്തിൽ ഇലക്ട്രോൺസ് ഒന്നും നഷ്ടപ്പെട്ടു പോയിട്ടില്ല. അപ്പൊ എന്ത് സംഭവിക്കാം? ഇവിടെ ഒരു ചാർജ് ട്രാൻസ്ഫറിനുള്ള പോസിബിലിറ്റി അല്ലേ? ടൈറ്റാനിയം അവിടെ വന്നേക്കുന്നത് ക്ലോറിൻ എന്ന് പറയുന്ന ലിഗാൻഡ് അല്ലേ? അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇവിടെ മെറ്റലിൽ നിന്ന് ലിഗാൻഡിലോട്ടുള്ള ഒരു ചാർജ് ട്രാൻസ്ഫർ പോസിബിൾ അല്ലേ? കാര്യം ടൈറ്റാനിയം ലോ ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണ് അല്ലെ, MLCT അല്ലെങ്കിൽ ഒരു ചാർജ് ട്രാൻസ്ഫർ പോസിബിൾ അല്ലേ? നമ്മൾ പഠിക്കുന്ന ഒരു കാര്യം, ചാർജ് ട്രാൻസ്ഫർ ട്രാൻസിഷൻസ് വന്നാൽ അവർ ഹൈ ഇന്റൻസിറ്റി ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഏറ്റവും ഇന്റൻസിറ്റി കൂടിയ ആളാരായിരിക്കും? ഈ TiCl6 2- ആയിരിക്കും അല്ലെ? അവിടെ ചാർജ് ട്രാൻസ്ഫർ ബാൻഡിനുള്ള പോസിബിലിറ്റി ഉണ്ടായതുകൊണ്ട് അതായിരിക്കും ഏറ്റവും ഇന്റൻസിറ്റി കൂടുതൽ. അപ്പൊ ഫസ്റ്റ് വരുന്ന ടൈറ്റാനിയം ആണ്. അതുകൊണ്ട് ഈ ഓപ്ഷൻ നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഇതല്ല, ബാക്കി 3 പേരുണ്ട്. അപ്പൊ TiCl6 2-. TiH2O അല്ല. അപ്പൊ ഈ ഓപ്ഷൻ നമുക്ക് കളയാം. അപ്പൊ TiCl6 2- ആദ്യം വരുന്നത്, ഏറ്റവും ഇന്റൻസിറ്റി കൂടിയത്. അത് കഴിഞ്ഞിട്ട് വരാൻ ചാൻസ് ഉള്ളത് ഇതല്ലേ? ഇതെന്ന് പറയുന്നത് എന്താണ്? ലപ്പോർട്ടെ സെലക്ഷൻ റൂളിൽ റിലാക്സേഷൻ ഉണ്ട്. കാര്യം സെൻട്രോസിമെട്രിക് അല്ല. അതുകൊണ്ട് തന്നെ ആ റൂളിന് അവിടെ ബാധകമല്ല, സ്പിൻ അലൗഡ് ആണ്. അടുത്തത് വരുന്ന ഇതാണ് ഇന്റൻസിറ്റി കൂടിയ ആള്. പിന്നെ വരുന്ന ആരാണ് അവിടെ? പിന്നെ വരുന്ന ആള് നമ്മളുടെ ഈ 2 പേരും ഒരേപോലെ അല്ലേ വരുന്നത്? ഇത് തന്നെയാണ് നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ഏറ്റവും വീക്ക് ഇന്റൻസിറ്റി. കാര്യം ഈ ഒരു കേസിൽ FeH2O 6 times 3+ കേസിൽ സ്പിൻ അലൗഡ് ആണ്. അതേപോലെ തന്നെ സ്പിൻ ഫോർബിഡൻ ആണ്, ലപ്പോർട്ടെ ഫോർബിഡൻ ആണ്. അതുകൊണ്ട് അതിന് ഏറ്റവും ലീസ്റ്റ് ഇന്റൻസിറ്റി. ഇനി നമ്മുടെ TiH2O 6 times അതിന്റെ കേസ് വരുമ്പോൾ സ്പിൻ അലൗഡ് ആണ്, ലപ്പോർട്ടെ ഫോർബിഡൻ ആണ്. അത് അടുത്തത് വരും. പിന്നെ ഇവിടെ ആണെങ്കിൽ ഞാൻ പറഞ്ഞു ടെട്രാഹൈഡ്രൽ മോളിക്യൂൾ ആയതുകൊണ്ട് ലപ്പോർട്ടെ റൂൾ നമുക്ക് നോക്കണ്ട. അതുകൊണ്ട് തന്നെ അതിനൊരു റിലാക്സേഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് അലൗഡ് ട്രാൻസിഷന്റെ കൂട്ടത്തിൽ എടുക്കാം. പക്ഷെ ഇവിടെ TiCl6ന്റെ കേസിൽ അതൊരു ചാർജ് ട്രാൻസ്ഫർ ബാൻഡാണ് തരുന്നത്. കാര്യം ടൈറ്റാനിയം എന്താണ്? ലോ ഓക്സിഡേഷൻ സ്റ്റേറ്റ് അല്ലെങ്കിൽ ഇലക്ട്രോൺ റിച്ച് ആയിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ഒരു ചാർജ് ട്രാൻസ്ഫർ, മെറ്റലിൽ നിന്ന് ലിഗാൻഡിലോട്ടുള്ള ഒരു ചാർജ് ട്രാൻസ്ഫർ ഇവിടെ എക്സ്പെക്ട് ചെയ്യാം. സോ ഇതിനായിരിക്കും ഏറ്റവും ഇന്റൻസിറ്റി കൂടുതൽ. അപ്പൊ നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് എന്ത് വരും? ഈ ഒരു TiCl6 2- എന്ന് പറയുന്ന ആ ഒരു കോമ്പൗണ്ടിനായിരിക്കും ഏറ്റവും ഇന്റൻസിറ്റി കൂടിയത്. ഏറ്റവും കുറവ് ലപ്പോർട്ടെ ആൻഡ് സ്പിൻ സെലക്ഷൻ റൂൾ ഒബായ് ചെയ്യാത്ത FeH2O 6 times 3+ കേസിലാണ്. സിമ്പിൾ ആണ്, നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കണം എന്ന് മാത്രമേ ഉള്ളൂ. നമ്മളുടെ ഒരു ക്രിസ്മസ് പ്രമാണിച്ച് നമ്മളുടെ എല്ലാ കോഴ്സുകൾക്കും അപ് ടു 30% ഓഫറുകളുണ്ട്. 30 ഡേയ്സിന്റെ ക്രാഷ് കോഴ്സിന്റെ പ്രത്യേകത ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു. നമ്മളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിനെയൊക്കെ ബേസ് ചെയ്ത് ലൈവ് സെഷൻസ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന എക്സാം സീരീസുകളുള്ള ഒരു ക്ലാസ്സുകളാണ് നമ്മുടെ സെറ്റ് അസ്ട്ര 2.1ന്റെ നമ്മുടെ ഈ 30 ഡേയ്സിന്റെ ക്രാഷ് ബാച്ചിലുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈസി ആയിട്ട് ഒരു സ്മാർട്ട് വർക്കിലൂടെ കുറച്ച് നിങ്ങളും കൂടെ ഹാർഡ് വർക്ക് ചെയ്യുകയാണെങ്കിൽ ഈസി ആയിട്ട് സെറ്റ് നേടിയെടുക്കാൻ പറ്റും. അപ്പൊ ഈ ഓഫറിന്റെ കേസ് മറക്കണ്ട. ക്രിസ്മസ് ഓഫറായിട്ട് എല്ലാ കോഴ്സുകൾക്കും, നമ്മുടെ സെറ്റിന്റെ കോഴ്സുകൾക്കെല്ലാം എന്താണ് അപ് ടു 30% ഓഫർ ഉണ്ട്. പുതിയ ഈ 30 ഡേയ്സിന്റെ ക്രാഷ് ബാച്ചും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർ ഈ കോഴ്സിനെ പറ്റി കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ
കോൺടാക്ട് ചെയ്യുക. അപ്പം എല്ലാവരും ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നന്നായിട്ടൊന്ന് വർക്കൗട്ട് ചെയ്യുക. പ്രീവിയസ് ഇയർ നിങ്ങൾ ക്വസ്റ്റ്യൻസ് പേപ്പർ നോക്കിയാൽ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് ഒത്തിരി കാണാനായിട്ട് സാധിക്കും. കോർഡിനേഷൻ കെമിസ്ട്രി അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആയതുകൊണ്ടാണ് ആ ക്വസ്റ്റ്യൻസ് തന്നെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. പിന്നെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. കൂടുതൽ വീഡിയോസിന് വേണ്ടിയിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എല്ലാവർക്കും താങ്ക് യു. ഹാപ്പി ക്രിസ്മസ്.